ഹായ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ച വെക്ടർ അഡീഷൻ പറഞ്ഞു അല്ലേ? വെക്ടർ അഡീഷൻ്റെ റൂൾസ് പറഞ്ഞു, പിന്നെ സബ്ട്രാക്ഷൻ പറഞ്ഞു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, ഇതൊക്കെയാണ് പറഞ്ഞത് അല്ലേ? ഇന്ന് നമ്മൾ അതിൻ്റെ ബാലൻസ് ടോപ്പിക്കാണ്. ആ വെക്ടർ സെക്ഷൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ഫിനിഷ് ചെയ്യണം. ഓക്കെ, റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ പെന്നും പേപ്പറും ഒക്കെ എടുത്ത് റെഡിയായിട്ട് കൂടെ ലെക്ചർ നോട്ട് എടുക്കണം. ഓക്കെ, സ്മാർട്ടായിട്ടിരിക്കുക. സോ അതിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. 1+2 എന്ന് പറഞ്ഞാലും 2+1 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ആണല്ലോ. ഇത് നമ്മൾ പണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ക്രമനിയമം എന്നാണ് മലയാളം. എന്ന് പറഞ്ഞാൽ ഓർഡർ വിഷയമല്ല. ഇപ്പോൾ 1+2 എടുക്കുന്നതിന് പകരം 2+1 എടുത്താലും ഒരേ ആൻസറേ കിട്ടൂ. അപ്പോൾ ഇതുപോലെ വെക്ടർ അഡീഷൻ നമുക്ക് എടുക്കാം. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്നുകിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എടുക്കും, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എടുക്കും. അതിന് നിങ്ങൾ A+B കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് പകരം B+A എടുത്താലും മതി. ഏതെടുത്താലും എഫക്റ്റ് ഒന്ന് തന്നെ. അപ്പോൾ A+B, വെക്ടർ A പ്ലസ് വെക്ടർ B ഈക്വൽ ടു വെക്ടർ B പ്ലസ് വെക്ടർ A. അപ്പോൾ ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് എന്ത് പ്രോപ്പർട്ടി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. സോ വെക്ടർ A പ്ലസ് വെക്ടർ B ഈസ് ഈക്വൽ ടു വെക്ടർ B പ്ലസ് വെക്ടർ A. സോ ഓർഡർ ഈസ് നോട്ട് എ മാറ്റർ ഫോർ വെക്ടർ അഡീഷൻ. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. 1+2+3 കാണുന്നതിന് 1+2 എടുത്തിട്ട് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താലും മതി. ഓക്കെ, മൂന്ന് നമ്പേഴ്സ് ഉണ്ട് 1 ഉം 2 ഉം 3 ഉം. അത് 1+2+3 എടുത്താലും 1+2 എടുത്തിട്ട് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താലും സെയിം ആണ്. അപ്പോൾ ഇതെന്ത് പ്രോപ്പർട്ടിയാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചതാണ്. അതുപോലെ ഇത് വെക്ടറിൻ്റെ കേസിൽ ചെയ്താൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് സി എടുക്കുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എടുത്തിട്ട് അതിൻ്റെ കൂടെ സി ആഡ് ചെയ്യുന്ന ആൻസറിന് ഈക്വൽ തന്നെ. റൂളിൻ്റെ പേര് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് അറിഞ്ഞു പോവുക. സോ A+B+C ഈക്വൽ ടു A+B+C. ദിസ് ലോ ഈസ് കോൾഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ബുദ്ധിമുട്ടുണ്ടോ? സി ഐ ഹാവ് 2 വെക്ടേഴ്സ്, വെക്ടർ A and B. So vector A plus vector B is equal to vector B plus vector A. Then second, I have 3 vectors A, B and C. So A plus B plus C equal to A plus B plus C. This property is called what property? Associative property. ഇനി നമ്മൾ അടുത്തൊരു, ഇപ്പോൾ ഇതൊന്നും എക്സാമിന് ചോദിക്കാനും ചാൻസ് ഇല്ല, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്ന സാധനം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ശ്രദ്ധിച്ച് ആൻസർ പറയണം. See, how will you represent a vector in plane? എന്താണ് പ്ലെയിനിലുള്ള, അല്ലെങ്കിൽ പോട്ടെ, how will you represent a vector in space? സ്പേസിലുള്ള വെക്ടറിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സോ വെക്ടർ ഇൻ സ്പേസ്, വാട്ട് ഈസ് ജനറൽ റെപ്രസെന്റേഷൻ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാണ്. വെക്ടർ എ ഈസ് ഈക്വൽ ടു AX I cap പ്ലസ് AY J cap പ്ലസ് AZ K cap എന്നാണ് നമ്മൾ പഠിച്ചത്. So what is vector A? Vector A is equal to AX I cap plus AY J cap plus AZ K cap. This is a general representation of vector in space. Okay, then I want the magnitude of A. So I want magnitude of A. A യുടെ magnitude വേണം. So how can I calculate? ഇതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, I want mod A. So vector A given, I want mod A. So മെത്തേഡ് ഓർത്ത് വെച്ചോണം. നോക്കിക്കോളൂ, ഇവിടെ ഐയുടെ കൂടെ ഉള്ള നമ്പർ ഏതാ? AX അല്ലേ? അപ്പോൾ കണ്ടുപിടിക്കുന്നതിന് റൂട്ട് ഓഫ് എന്ന് എഴുതുക. ഐയുടെ കൂടെ ഉള്ള നമ്പർ ഏതാ? AX ആണല്ലോ, അതിൻ്റെ സ്ക്വയർ എഴുതുക. പ്ലസ് അടുത്ത് ജെയുടെ കൂടെ ഉള്ളത് AY ആണല്ലോ, അതിൻ്റെ സ്ക്വയർ. പ്ലസ് അടുത്ത് കെയുടെ കൂടെ ഉള്ളത് AZ ആണല്ലോ, അതിൻ്റെ സ്ക്വയർ എഴുതുക. എഴുതിയാൽ you can get the magnitude of vector A. So how can you get the magnitude of vector A? Vector A യുടെ magnitude എങ്ങനെ എഴുതും? റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ. മെത്തേഡ് ഓർത്ത് വെച്ചോണം. ഞാൻ നിങ്ങൾക്ക് ഒരു വെക്ടർ തരാം. ഞാനിവിടെ ഒരു വെക്ടറിനെ എഴുതാൻ പോവാണ്. സോ ലിസൺ, വെക്ടർ A ഈസ് ഈക്വൽ ടു 5I cap പ്ലസ് 2J cap പ്ലസ് 3K cap എന്നാണ്.
വാട്ട് ഈസ് മോഡ് എ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ പറയും, പെട്ടെന്ന് പറയും. ഹൗ വിൽ യു കാൽക്കുലേറ്റ് മോഡ് എ? റൂട്ട് ഓഫ്, പെട്ടെന്ന് പറയും, ഐയുടെ കൂടെയുള്ള നമ്പർ 5 അതിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെയുള്ള നമ്പർ 2ന്റെ സ്ക്വയർ 4 പ്ലസ് അടുത്ത കെയുടെ കൂടെയുള്ള നമ്പറിന്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 9. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ. അപ്പൊ മോഡ് എ ഇസ് ഈക്വൽ ടു പറയൂ. മോഡ് എ ഇസ് ഈക്വൽ ടു 24, 29, 38. അപ്പൊ റൂട്ട് ഓഫ് 38. അതിൽ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഈ മോഡലിൽ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. സോ ഐ ആം ഗിവിംഗ് യു എ വെക്ടർ A. What is A? A is equal to AX I cap plus AY J cap plus AZ K cap. What is the magnitude of A? Magnitude of A is equal to root of AX square plus AY square plus AZ square. അതായത് റൂട്ട് ഓഫ് ഐ ക്യാപ്പിന്റെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിന്റെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ പ്ലസ് കെ ക്യാപ്പിന്റെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. യു ക്യാൻ ഗെറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. ഇനി വേറെ എണ്ണം കൂടെ കാണിക്കാം. Say vector A is equal to പറയും 5i cap minus j cap plus k cap എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് മോഡ് എ? മോഡ് എ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയൂ, ആൻസർ പറയൂ. റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പർ എത്ര? -1 ആണ്, അതിന്റെ സ്ക്വയർ. -1ന്റെ സ്ക്വയർ 1 പ്ലസ് കെയുടെ കൂടെ ഉള്ള നമ്പർ എത്ര? 1 അതിന്റെ സ്ക്വയർ. അപ്പോൾ 1. അപ്പോൾ യു ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് റൂട്ട് ഓഫ് പറയൂ 27. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോ ലിസൺ പ്രോപ്പർലി. ഹിയർ യു ക്യാൻ ഫൈൻഡ് എ വെക്ടർ. വാട്ട് ഈസ് വെക്ടർ എ? 5i cap minus j cap plus k cap. വാട്ട് ഈസ് മോഡ് എ? പറയൂ. റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഉള്ള നമ്പർ 5 അതിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പർ -1 സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ ഉള്ള നമ്പർ 1 അതിന്റെ സ്ക്വയർ. അപ്പോൾ യു ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് റൂട്ട് ഓഫ് 27. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോ വാട്ട് ഐ ഷാൽ ആസ്ക്, യു ഹാവ് ടു സേ. സോ ഹൗ വിൽ യു റെപ്രസെന്റ് എ വെക്ടർ ഇൻ സ്പേസ്? വെക്ടർ എ ഇസ് ഈക്വൽ ടു സേ AX I cap plus AY J cap plus AZ K cap. What is magnitude of A? Root of AX square plus AY square plus AZ square. നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. ഇനി ഞാൻ പറയുന്നത് യൂണിറ്റ് വെക്ടറിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഇത് മൊത്തം എറൈസ് ചെയ്ത് കളയാം. നോക്കി പറയണം. നോക്കൂ, എനിക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് സംഗതിയാണ്. സേ ഞാനൊരു വെക്ടറിനെ എഴുതുന്നു. വെക്ടർ എ എങ്ങനെ എഴുതും? ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതും, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും കൂടെ ഞാൻ പറയും. അപ്പോൾ വെക്ടർ ആയില്ലേ? വെക്ടർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ വെക്ടർ എ എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ എഴുതി വെക്കണം, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും കൂടെ എഴുതി വെക്കണം. നിങ്ങൾ തന്നെ പറയും വെക്ടർ എ എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ വെക്ടർ എ ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ കൂടെ പറയണം. ഡയറക്ഷൻ പറയാൻ വേണ്ടി കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ 3 ഡയറക്ഷനെ കൺസിഡർ ചെയ്യൂ. എന്താണ്? എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ. അതുകൊണ്ട് ഈ നമ്മൾ ഒരു യൂണിറ്റ് വെക്ടറിനെ കൂടെ ഇതിൻ്റെ കൂടെ എഴുതണം. ഞാനിവിടെ എൻ ക്യാപ്പ് എന്ന് എഴുതി. എന്താ എഴുതിയത്? എൻ ക്യാപ്പ്. ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വെക്ടറാണ്. എൻ ക്യാപ്പ് ആരാണ്? ഈ ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 1 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, എ എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു, വെക്ടർ എ. അപ്പോൾ ആദ്യം എഴുതിയത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇനി വെക്ടർ എ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഈ എൻ ക്യാപ്പ് എഴുതിയാൽ ആൻസറിന് വേരിയേഷൻ വല്ലതും വരുമോ? എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതിയ എഫക്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ ഈ സാധനം എഴുതിയിട്ട് ഇവിടെ 1 എന്ന് എഴുതിയാൽ ആൻസറിന് മാറ്റം വരില്ലല്ലോ. അപ്പോൾ വെക്ടർ എ കിഴക്കോട്ടാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ എന്തെഴുതണം? മാഗ്നിറ്റ്യൂഡ് എഴുതി വെക്കണം. എഴുതി. ഇനി നമ്മൾ കിഴക്കോട്ട് എന്ന് എഴുതുന്നതിന് പകരം കിഴക്കോട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ പറയുക. കിഴക്കോട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് എൻ ക്യാപ്പ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോഴും കണ്ടു തള്ളിയിരിക്കുകയാണോ? എന്താണ് വെക്ടർ എ എന്നെങ്കിലും മനസ്സിലായോ? വെക്ടർ എ പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ വെക്ടർ എ ടുവേഴ്സ് വെസ്റ്റ് ആണ്. അപ്പോൾ പടിഞ്ഞാറോട്ടുള്ള ഒരു വെക്ടറാണ് എ. ഇനി അതിനെ റെപ്രസെൻ്റ് ചെയ്യണം. എന്നിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ഇതാ എഴുതി. ഇനി അതിൻ്റെ ഡയറക്ഷൻ പറയണം. എങ്ങോട്ടെന്ന്? പടിഞ്ഞാറോട്ടെന്ന്. പടിഞ്ഞാറോട്ട് എന്ന് എഴുതുന്നതിന് പകരം പടിഞ്ഞാറോട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഞാൻ എഴുതി. അപ്പോൾ അതിനെ ജനറൽ ആയിട്ട് ഞാൻ എൻ ക്യാപ്പ് എന്ന് എഴുതി. അപ്പോൾ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് വെക്ടറാണ്. അത് നമ്മുടെ വെക്ടർ ഏതാണ്? എ ആണ്. അതെങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും എൻ ക്യാപ്പ്. അപ്പോൾ ഇത് എൻ ക്യാപ്പ് എന്നുള്ളത് ഒരു ജനറൽ പേരാണ്. എങ്ങോട്ടുള്ള വെക്ടറിന് വേണോ അത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ എ എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണെങ്കിൽ ഈ എൻ ക്യാപ്പ് എങ്ങോട്ടായിരിക്കും? പടിഞ്ഞാറോട്ടായിരിക്കും. എ കിഴക്കോട്ടാണെങ്കിൽ
എൻ ക്യാപ്പ് എങ്ങോട്ടായിരിക്കും? കിഴക്കോട്ടായിരിക്കും. ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകൾ വല്ലതും ഉണ്ടോ? സി വാട്ട് ഈസ് ദ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ എ? Vector A can be written as, first you write its magnitude. So I wrote the magnitude. Okay. Then I must indicate the direction. See, for that I am using a unit vector. So what is the general representation of unit vector? N cap. Unit vector along x direction I cap, y direction j cap, z direction k cap. അതൊക്കെ നമുക്കറിയാം. ജനറൽ റെപ്രസെന്റേഷൻ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും എൻ ക്യാപ്പ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പേരിടാം. ആർ ക്യാപ്പ് എന്നോ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഇടുന്നത് എൻ ക്യാപ്പാണ്. കുഴപ്പമൊന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബോർഡിൽ നോക്കുക. സി what is the name of my vector? Vector A. So vector A. Then I want to represent it. So what shall I do first? First I must write its magnitude. So this is a magnitude. Then to indicate its direction I must use a unit vector. So unit vector n cap. Okay. So complete I process complete I. Then what is n cap? N cap is a unit vector. N cap is a unit vector in the direction of A. Unit vector in the direction of A. So n cap is a unit vector in the direction of vector A. So I want n cap. N cap ന്റെ ആൻസർ വേണം. അതായത് എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കണം. ഹൗ ക്യാൻ ഐ കാൽക്കുലേറ്റ് എൻ ക്യാപ്? എൻ ക്യാപ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് പറയൂ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? എന്താണ് ഈ വെക്ടർ എ ഇസ് ഈക്വൽ ടു മോഡ് എ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന്? ഇതിൽ നിന്ന് എൻ ക്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഈ വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. ഞാനിത് ക്ലിയർ ചെയ്ത് തരാം. ഞാനൊരു വെക്ടർ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇങ്ങോട്ട് നോക്കിയിരിക്കൂ. ഇതാണ് വെക്ടർ. വെക്ടറിന്റെ പേര് എ എന്നാണ്. നിങ്ങൾ ഇഷ്ടമുള്ളൊരു നമ്പർ പറയൂ. 5i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് എന്നാണ്. ഈ വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ വെക്ടർ എ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ എത്ര? യൂണിറ്റ് വെക്ടറിന്റെ വാല്യൂ എത്ര? സോ വാട്ട് ഈസ് എൻ ക്യാപ്? നിങ്ങൾ പറയൂ. യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ ഇതല്ലേ? എൻ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. ഓക്കെ. വെക്ടർ എ എന്ന് പറയൂ. വാട്ട് ഈസ് വെക്ടർ എ? 5i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് എന്നാണ്. ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് വെക്ടർ എ. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇപ്പം അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. റൂട്ട് ഓഫ് പറയും ഐയുടെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ 25 പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ 4 പ്ലസ് കെയുടെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ 9. അപ്പൊ ആൻസർ എത്രയെന്ന് വരും? ഇസ് ഈക്വൽ ടു 5i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് ഡിവൈഡഡ് ബൈ ഇത് എത്ര വരും? റൂട്ട് ഓഫ് എത്ര വരും? 38 എന്ന് വരും. മനസ്സിലായ? അപ്പോൾ പേടിക്കരുത്, ഇത് സാധാരണ ചോദിക്കുന്നതാണ്. യു ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടർ. ഞാൻ ഇത് ഫുള്ളും ഇറേസ് ചെയ്ത് കളയാം. നിങ്ങൾ ഉറങ്ങുകയും ചെയ്യരുത്, ശ്രദ്ധിച്ച് ഇരിക്കണം. നോക്കിക്കോളൂ. എന്താണ്? സി വാട്ട് ഈസ് എ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ എ? സോ വെക്ടർ എ ക്യാൻ ബി റിട്ടൺ ആസ് ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ദെൻ ഡയറക്ഷൻ. വാട്ട് ഈസ് എൻ ക്യാപ്? എല്ലാം അറിയാവുന്നതാണ്. എൻ ക്യാപ് ഈസ് എ unit vector in the direction of vector A. No problem. Then I want the answer of n cap. What is n cap? So how can you calculate n cap from this? N cap is equal to vector A divided by mod A. Any problem? Okay, this is a method of calculating unit vector. Okay, then shall I give you a vector? So vector A is equal to 2i cap minus 3j cap plus 5k cap. This is your vector. Then what is the unit vector along the direction of A? So question, what is the unit vector? What is the unit vector in the direction of what? In the unit vector in the direction of vector A. What is the unit vector in the direction of A? What is the unit vector in the direction of A? So I want the answer of n cap. So what is the equation to calculate n cap? N cap is equal to vector A divided by mod A. Put the values. What is vector A? 2i cap minus 3j cap plus 5k cap. That divided by mod of vector A. Vector A യുടെ മാഗ്നിറ്റ്യൂഡ് പറയുക. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എഴുതാൻ റൂട്ട് ഓഫ്
ഐയുടെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ ഉള്ള നമ്പറിന്റെ സ്ക്വയർ. പെട്ടെന്ന് പറയും. 2ന്റെ സ്ക്വയർ 4 പ്ലസ് -3 സ്ക്വയർ 9 പ്ലസ് 5ന്റെ സ്ക്വയർ 25. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ n ക്യാപ് ഈസ് ഈക്വൽ ടു പറയൂ 2i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് 5k ക്യാപ് ഹോൾ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ആൻസർ? 25 34 38. അപ്പൊ റൂട്ട് ഓഫ് 38. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? See, എന്ത് ചെയ്യും? What is the general representation of vector A? Vector A is equal to, say, vector A is equal to mod A, then n cap. Then what is n cap? N cap is equal to vector A divided by mod A. Then here you can find a vector. What is answer? Vector A is equal to 2i cap minus 3j cap plus 5k cap. Then what is a unit vector in the direction of A? It is a question. So what is the equation? Unit vector in the direction of A is equal to A vector A divided by mod A. Vector A എഴുതി, mod A എഴുതാൻ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. സോ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. 34 38. ഓക്കെ. സോ റൂട്ട് n ക്യാപ് ഈസ് ഈക്വൽ ടു 2i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് 5k ക്യാപ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 38. പേടിച്ചു പോയാ? എന്ത് പേടിക്കാൻ? ഞാൻ ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞൂടെ? ഞാൻ റൈസ് ചെയ്യാൻ പോവാണ്. ഫുൾ സാധനങ്ങളും റൈസ് ചെയ്ത് കളയാൻ പോവാണ്. ഇപ്പം പറയണം. സേ വാട്ട് ഈസ് എ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് എൻ ക്യാപ്? എൻ ക്യാപ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. എനി പ്രോബ്ലം? ഷാൽ ഐ ഗിവ് യു എ വെക്ടർ? സോ വെക്ടർ എ ഈസ് ഈക്വൽ ടു, സേ, 2i ക്യാപ് മൈനസ് j ക്യാപ് minus k cap. Any problem? Then I want unit vector in the direction of A. So what is a unit vector in the direction of A? So vector A divided by mod A. Then what is vector A? 2i cap minus j cap minus k cap divided by what is mod A? How will you calculate mod A? Root of 2 square plus minus 1 square, negative 1 square 1 plus negative 1 square 1. So you are getting 2i cap minus j cap minus k cap divided by what is answer? Root of 4 plus 2 6. Okay, this is your final answer. So മനസ്സിലായോ? അപ്പോൾ how will you calculate unit vector in the direction of given vector? Unit vector is equal to vector A divided by mod A. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കൂ, ഇതെല്ലാം നമുക്ക് റൈസ് ചെയ്ത് കളയാം. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഒരു നല്ല സംഗതിയാണ്. നോക്കൂ, ഒരു സിമ്പിൾ കേസാണ്, ഒരു പ്രോബ്ലമാണ്. ഞാനത് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. റെയിൻ ഈസ് ഫോളിങ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് 35 മീറ്റർ പെർ സെക്കൻഡ്. മഴ പെയ്യുന്നു. എങ്ങോട്ടാണ് മഴ പെയ്യുന്നത്? മേലോട്ടല്ലല്ലോ, താഴോട്ടാണ്. അപ്പം മഴ പെയ്യുന്നു. എത്ര സ്പീഡിലാണ്? വിത്ത് എ സ്പീഡ് 35 മീറ്റർ പെർ സെക്കൻഡ്. Wind starts blowing after some time with a speed of 12 meter per second in east to west direction. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് എന്തടിക്കുന്നു? കാറ്റടിക്കുന്നു എന്ന് അടിച്ചോട്ടെ. ദെൻ കാറ്റിൻ്റെ സ്പീഡ് എത്ര? 12 മീറ്റർ പെർ സെക്കൻഡ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് എ ബോയ് വെയിറ്റിംഗ് അറ്റ് ബസ് സ്റ്റോപ്പ് ഹോൾഡ് ഹിസ് അംബ്രല്ല? അപ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന ചെറുക്കൻ ഏത് ഡയറക്ഷനിൽ അംബ്രല്ല പിടിക്കും? ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താണ്, ഒരു കിടിലം സാധനമാണ്. മഴ പെയ്യുന്നു. ഇപ്പോൾ മഴ പെയ്യുന്നു, താഴോട്ട് പെയ്യുന്നു. അപ്പോൾ മഴത്തുള്ളി താഴേക്ക് വരുന്നു വിത്ത് എ വെലോസിറ്റി 35 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം മഴത്തുള്ളി ഞാൻ വരയ്ക്കാം. മഴത്തുള്ളിയുടെ വെലോസിറ്റി 35 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് റെയിൻ ഡ്രോപ്പ് ആണ് തന്നിരിക്കുന്നത് 35 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ, അപ്പം ഞാൻ വരച്ചു. ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചായിരിക്കും വരച്ചത്. ഞാനിപ്പോൾ ഒരു എന്താണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 12 മീറ്റർ പെർ സെക്കൻഡിന് 1 സെൻറ്റിമീറ്റർ വരച്ചു. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 3 സെൻറ്റിമീറ്റർ വരും. നിങ്ങൾക്ക് മനസ്സിലായില്ല? എടാ, വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്തത്? ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചിട്ട് ആരോ ഇട്ടു, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ 35 എങ്ങനെ വരയ്ക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കോമൺസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചോ. എന്താണ്, ആരുടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. 35 മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾ എങ്ങനെ വരയ്ക്കും? പറ. 35 മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെ വരയ്ക്കും? നമുക്കൊരു 12 മീറ്റർ പെർ സെക്കൻഡിന് 1 സെൻറ്റിമീറ്റർ വരച്ചാൽ ഒരു 36 ആണെങ്കിൽ 3 സെൻറ്റിമീറ്റർ വരും.
അപ്പോൾ എറൗണ്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ നീളമുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക, ഒരു ആരോ എടുക്കുക. ഇതാണ് വെലോസിറ്റി ഓഫ് റെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടർ. ഇതെങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് വെക്ടർ. ഇനി വിൻഡ് ബ്ലോസ് വിത്ത് എ സ്പീഡ് 12 മീറ്റർ പെർ സെക്കൻഡ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും എഴുതാം, ഇത് ഈസ്റ്റും അത് വെസ്റ്റും ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് കാറ്റടിക്കുന്നു. എത്ര സ്പീഡിലാണ്? 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അങ്ങോട്ട് വെലോസിറ്റി ഓഫ് വിൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിക്കോ, ഇതാണ് വെലോസിറ്റി ഓഫ് വിൻഡ്. അപ്പോൾ വെലോസിറ്റി ഓഫ് വിൻഡ്, ഓക്കെ, ഇതെത്രയാ? 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിന് എത്ര സെൻറ്റിമീറ്റർ നീളം വേണം? നമ്മൾ ഇതിന് 3 സെൻറ്റിമീറ്റർ വരച്ചെങ്കിൽ അതിന് എത്ര വേണം? അറൗണ്ട് 1 സെൻറ്റിമീറ്റർ വേണം. കാരണം നമ്മൾ 12-നാണ് 1, അപ്പോൾ 36-ന് 3, നമ്മുടെ 35 ഉള്ളൂ, അപ്പോൾ അറൗണ്ട് 3. അപ്പം വരയ്ക്കുമ്പോൾ ആളുകളെടുത്തിട്ട് അടിക്കരുത്, മര്യാദയോടെ വരയ്ക്കുക. ഇത് 12 ആണെങ്കിൽ ഞാൻ 1 വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് അറൗണ്ട് 3, ഓക്കെ. അപ്പോൾ ഇത് 2. അപ്പോൾ നിങ്ങൾ നോക്കൂ, എൻ്റെ ഈ പെന്നാണ് ഇവിടെ മഴത്തുള്ളി എന്ന് വെച്ചോളൂ. അപ്പം മഴത്തുള്ളി താഴേക്ക് വീഴുന്നു. എത്ര വെലോസിറ്റിയിൽ? 35 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ. ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റടിക്കുന്നു. മഴത്തുള്ളി ഇങ്ങനെ ആവൂലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എവിടെ മനസ്സിലാവാൻ? മഴത്തുള്ളി താഴോട്ടാണ് പെയ്യുന്നത്. മഴത്തുള്ളി എങ്ങോട്ടാണ് വീഴുന്നത് മീനാക്ഷി? മഴത്തുള്ളി എങ്ങോട്ടാണ് വീഴുന്നത്? നിന്റെ വീടിൻ്റെ അവിടെയൊക്കെ മേലോട്ടാണ് പൊങ്ങി പോകുന്നത് മഴത്തുള്ളി? അല്ല, മഴത്തുള്ളി താഴോട്ട് വീഴുന്നു. മഴത്തുള്ളി താഴോട്ട് വരുന്നു. എത്ര വെലോസിറ്റി ഉണ്ട്? 35 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലുണ്ട്, ഓക്കെ. അപ്പോൾ നോക്കൂ, ദേവനന്ദയൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ മഴത്തുള്ളി താഴേക്ക് വീഴുന്നു. എത്ര വെലോസിറ്റിയിൽ? 35. അപ്പോഴാണ് കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു. എത്ര സ്പീഡിലാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ കാറ്റടിച്ചു. അങ്ങോട്ടാണ് അടിച്ചത്, കണ്ടോ? കണ്ടില്ലേ? കാറ്റടിച്ചു, ഓക്കെ. കത്രീന അടിച്ചു. അപ്പോൾ നോക്കൂ, കാറ്റടിച്ചു. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ താഴോട്ട് വീഴുന്ന മഴത്തുള്ളി എങ്ങോട്ടാ? അതിൻ്റെ ഡയറക്ഷൻ മാറും. ഇങ്ങനെ ഒരു സാധനം വീഴുമ്പോൾ അങ്ങോട്ട് ഊതി കൊടുത്താൽ അങ്ങോട്ടാവൂലേ? അപ്പം ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന സാധനം അങ്ങനെ ആവും. മനസ്സിലായ? ഓക്കെ. അപ്പം അതെത്ര വരും? അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇനി മഴത്തുള്ളി പെയ്യുന്നത്. ഇങ്ങനെ വീഴുന്ന മഴത്തുള്ളി അതിൻ്റെ പാത്ത് ഇനി ഇങ്ങനെ ആക്കും, അല്ലേ? അപ്പോൾ നമുക്കത് വരയ്ക്കാം. അപ്പോൾ വാട്ട് ഈസ് എ റിസൾട്ടൻ്റ് വെലോസിറ്റി? റിസൾട്ടൻ്റ് വെലോസിറ്റി കാണാൻ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? ഇവിടെ നമ്മുടെ കയ്യിൽ 2 വെലോസിറ്റികളുണ്ട്. വെലോസിറ്റി ഓഫ് ഏതൊക്കെ? വെലോസിറ്റി ഓഫ് റെയിനും അതൊക്കെ താഴോട്ടാണ്. ഇനി വെലോസിറ്റി ഓഫ് വിൻഡ് അങ്ങോട്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് ആയിരിക്കും മഴത്തുള്ളിക്ക് ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് കാണാൻ പാരലോഗ്രാം ലോ ഉപയോഗിക്കാം. പാരലോഗ്രാം വരച്ചു. നിങ്ങൾ കണ്ടോ പാരലോഗ്രാം വരച്ചേ? ഇതൊരു പാരലോഗ്രാം അല്ലേ? റെക്റ്റാങ്കിൾ, അതൊരു പാരലോഗ്രാം അല്ലേ? ആണ്. അപ്പോൾ ഇതിന് പാരൽ ഇവിടെ നിന്ന് വരച്ചു, ഇതിന് പാരൽ അവിടെ നിന്ന് വരച്ചു. ഇനി ഇവിടെ നിന്ന് വരയ്ക്കുക, ഡയഗണൽ. ഇതല്ലേ റിസൾട്ടൻ്റ് വെലോസിറ്റി? അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് വെലോസിറ്റി. ബുദ്ധിമുട്ടുണ്ടായോ? അപ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി എത്ര ആയിരിക്കും? പറയും. റിസൾട്ടൻ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? നിങ്ങൾ കുറേ കാലം കൊണ്ട് പഠിക്കുന്നതാണ്. എന്താണ്? എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സാധനം വെക്ടർ എ ഉണ്ട്, വെക്ടർ ബി ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എങ്ങനെ കാണും? റൂട്ട് ഓഫ് a² + b² + 2ab cosθ എന്നല്ലേ ഞാൻ പഠിപ്പിച്ചേ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. അതുപോലെ ഇവിടെ നിങ്ങളുടെ കസ്റ്റഡിയിൽ 2 വെക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തെ വെക്ടറാണ് VR, അടുത്ത വെക്ടറാണ് VW. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഈ ആംഗിൾ 90 ആണ്. ഓക്കെ, മാഞ്ഞു പോയി. നോക്കൂ, അപ്പോൾ ഒന്നുകൂടെ വരയ്ക്കാം. നോക്കൂ, ഇവിടെ 2 വെലോസിറ്റികളുണ്ട്. ഇതൊരു വെലോസിറ്റി, ഇതൊരു വെലോസിറ്റി. ഇത് 35, അത് 12 അല്ലേ? ഇനി നിങ്ങൾക്ക് രണ്ടിനും ഇടയ്ക്കുള്ള ഈ ആംഗിൾ എത്ര? 90. ഓക്കെ, ഇവനാണല്ലോ റിസൾട്ടൻറ്റ്. അപ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി ഏതാണ്? വി എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. വിയുടെ മാഗ്നിറ്റ്യൂഡ് എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് a² + b² + 2ab cosθ അല്ലേ? ഇതാണ് എ, അതാണ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90 ആണ്. അപ്പോൾ നിങ്ങൾ പറയൂ റൂട്ട് ഓഫ്, ഇക്വേഷൻ ഇതാണ്, ഞാൻ എഴുതാം, a² + b² + 2ab cosθ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയും, റൂട്ട് ഓഫ്, ഇവിടെ എക്ക് പകരം ഉള്ളത് ഏതാണ്? 35 ആണ്. അപ്പോൾ 35² പ്ലസ് അടുത്ത ബി എത്രയാ? 12² പ്ലസ് 2 × 35 × 12 × cos എത്ര? എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. cos 90 എത്രയുടെ? 0. അപ്പോൾ ഈ ഫുൾ ടേമും പോയില്ലേ? അപ്പോൾ ഈ ഫുൾ ടേമും പോയി. ഓക്കെ, പിന്നെ ബാക്കി പറയൂ. വെലോസിറ്റി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 35 × സ്ക്വയർ. 35 × സ്ക്വയർ എത്ര വരും? പറയൂ, എത്രയാ?
1225 നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ. സോ 1225 പ്ലസ് ഇതിന്റെ സ്ക്വയർ എത്ര 144. അപ്പോൾ 144 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു പറഞ്ഞോ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇത് എത്ര വരും 37 അല്ലേ? നോക്കൂ 37 നോക്ക്. കറക്റ്റ് അല്ലേ? അപ്പൊ 37 ആണ്. അപ്പൊ ആൻസർ 37 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴത്തുള്ളിക്ക് എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നു? 35 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്നു. കാറ്റടിച്ചപ്പോൾ ഇത് ഇങ്ങനെയായി. ഇപ്പം മഴത്തുള്ളി ഇങ്ങനെയാണ് പെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് മഴത്തുള്ളി പറയൂ. റൂട്ട് ഓഫ് നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ആൻസർ എത്രയെന്ന് കിട്ടി? 37 ആയി. മനസ്സിലായ? അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കുറേ നേരം കൊണ്ട് ഈ കാട്ടാളൻ ഇവിടെ കിടന്ന് എന്ത് ചെയ്യുന്നത്, റിസൾട്ടൻ്റ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സോ ലിസൺ പ്രോപ്പർലി. റെയിൻ ഡ്രോപ്പ് ഈസ് ഫോളിംഗ് ഡൗൺ വിത്ത് എ വെലോസിറ്റി 35 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നോ പ്രോബ്ലം. സോ ഞാനിവിടെ ഒരു ലൈൻ വരച്ചു, ആരോ കൊടുത്തു. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് 35. ദെൻ വിൻഡ് ബ്ലോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. സോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വിൻഡ് അടിക്കുന്നു. സോ വിത്ത് എ സ്പീഡ് 12. ഓക്കെ, ഇപ്പോൾ വരയ്ക്കുമ്പോൾ നാട്ടുകാരെ അടിച്ച് കൊല്ലാത്ത രീതിയിൽ ഈ ലെങ്തുകളൊക്കെ കറക്റ്റ് ചെയ്ത് വരയ്ക്കണം. ദെൻ സി മഴത്തുള്ളി ഇപ്പൊ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പെയ്യും അല്ലേ? ഈ ഡയറക്ഷനിലാണ് മഴത്തുള്ളി പെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് വെലോസിറ്റി? വി എങ്ങനെ കാണും? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. സോ വാട്ട് ഈസ് എ 35, ബി 12, then 2ab cos. What is angle between these two? 90. Cos 90 is 0. So this term cancel. So I am getting 37 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇങ്ങനെ പെയ്യേണ്ട, ഇങ്ങനെ 35 പെയ്തുകൊണ്ടിരുന്ന മഴത്തുള്ളി ഇപ്പോൾ 35 പെയ്തുകൊണ്ടിരുന്ന മഴത്തുള്ളി കാറ്റ് അങ്ങോട്ട് അടിച്ചു കൊടുത്തപ്പോൾ 37 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങനെ പെയ്യുന്നു. എന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? പേടിപ്പിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞോ? ഇനി ഒരു കാര്യം കൂടെ ക്ലിയർ അല്ല. നമ്മളിവിടെ വെലോസിറ്റി എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു എന്നുകൂടെ പറയണം. എന്നാലേ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇതിനകത്ത് ആദ്യത്തെ വെക്ടർ ഇവനല്ലേ? ഈ ആദ്യത്തെ വെക്ടറുമായിട്ട് ഇവൻ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ കൂടെ പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം. അപ്പോഴല്ലേ വെക്ടറിന്റെ കറക്റ്റ് ഇതായുള്ളൂ. അപ്പോൾ ഈ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് എടുത്തോട്ടെ മക്കളെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ടാൻ തീറ്റ എന്ന് പറയും. വാട്ട് ഈസ് ടാൻ തീറ്റ? നിങ്ങൾ തന്നെ പറ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറയും. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 12 അല്ലേ? 12 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 35 അല്ലേ? അപ്പോൾ 35. ഇനി ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ എഴുതാണ്, നോക്കിക്കോണം. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറയും 12 ഡിവൈഡഡ് ബൈ 35. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 12 ഡിവൈഡഡ് ബൈ 35. ഓക്കെ, പോയിന്റ് ഇട്ടു പറ്റില്ല. ഒരു 3 ടൈംസ് പറയൂ. 105, 15 പറഞ്ഞോ. ഒരു 2, ഒരു 4 പ്രാവശ്യം പോരെ? 0.34 എന്നൊക്കെ കിട്ടും. ഓക്കെ, 0.34. ഞാൻ ഇത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.343 നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ടാൻ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് കാണാൻ എന്താ മെത്തേഡ്? ടാൻ ഇൻവേഴ്സ് 1 എന്ന് നമ്മൾ എഴുതുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇതിനകത്ത് നിന്ന് ടാൻ തീറ്റയുടെ ആൻസർ ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്രയെന്ന് വരും? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.343 എന്ന് കിട്ടും. അപ്പം നമ്മളിപ്പോൾ എന്തുകൂടെ കണ്ടുപിടിച്ചു? ഈ ആംഗിൾ കൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ചെറുക്കൻ എങ്ങോട്ട് കുട പിടിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുടയും പിടിച്ചുകൊണ്ട് ചെറുക്കൻ നിൽക്കുകയാണ്. ചെറുക്കനെ കണ്ടോ? നല്ല സ്മാർട്ട് പയ്യൻ കണ്ടില്ലേ? താടിയൊക്കെ ചെറിയ നരയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പയ്യനാണ്. അപ്പം നോക്കൂ, പയ്യനല്ലേ? അല്ലേ? ആണ്. നോക്കൂ, അല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കിക്കോളൂ. അപ്പം നോക്കൂ, നരയുണ്ടെന്നേ ഉള്ളൂ. നോക്കൂ, കുഞ്ഞു പ്രായമാണ്, കുട്ടി നരയാണ്. നോക്കൂ, ഇപ്പോൾ ഇവിടെ നോക്കൂ, എന്നെ കണ്ടില്ലേ? കൊള്ളാമോ? അപ്പോൾ പയ്യനാണ്. കണ്ടാൽ നല്ല ലുക്കുള്ള ഒരു പയ്യൻ കണ്ടല്ലോ. അപ്പോൾ ഈ പയ്യൻ കുട ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മഴ നേരെ പെയ്ത സമയത്ത് ഈ പയ്യൻ ഇങ്ങനെ കുട പിടിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ കുട പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കാറ്റടിച്ചത്. കാറ്റടിച്ചപ്പോൾ മഴത്തുള്ളി ഇങ്ങനെ പെയ്യാണ്. ഓക്കെ, നിങ്ങൾ നോക്കണം, ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പുറത്തെ സൈഡ് അവിടം ഈസ്റ്റും ഇവിടം വെസ്റ്റും ആണല്ലേ? അപ്പോൾ മഴത്തുള്ളി ഇപ്പോൾ ഇങ്ങനെയാണ് പെയ്യുന്നത്. മഴത്തുള്ളി ഇങ്ങനെ പെയ്യുന്ന സമയത്ത് കുട ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഇത് ഈ സൈഡ് മൊത്തം നനയില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? മഴ ഇവിടെ നിന്ന് ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ കുട ഇങ്ങനെ പിടിക്കും അല്ലേ? അപ്പം ഇങ്ങനെ പിടിക്കും. എങ്ങോട്ടാ? ഈസ്റ്റിലോട്ട് ചരിച്ച് പിടിക്കണം. എത്ര ആംഗിൾ ചരിച്ച് പിടിക്കണം മക്കളെ?
അപ്പോൾ അയാൾ കുട പിടിക്കേണ്ടത് ഇങ്ങനെയാണ്, ദാണ്ട് ഇങ്ങനെ കുട ഇങ്ങനെ പിടിക്കണം. അപ്പോൾ എത്ര ആംഗിൾ ചരിച്ച് വെർട്ടിക്കലുമായിട്ട് എത്ര ഈ തീറ്റ ആംഗിളിൽ, തീറ്റ എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, tan ഇൻവേഴ്സ് 0.343 ആംഗിളിൽ ചരിച്ചു പിടിക്കുക. നമ്മളിനി ഭയങ്കര സ്റ്റാൻഡേർഡ് സാധനങ്ങളല്ലേ, നമ്മളിപ്പോൾ പഴയ ആളുകളെ അല്ല. ഇപ്പം നമുക്ക് വീട്ടിലിരുന്ന് തിന്ന് കൊഴുത്തൊക്കെ ഇരിക്കുകയാണ്, ആണോ, ഫുൾ ടൈം ഉറങ്ങി പണ്ടാറുടങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി തീറ്റയുടെ വാല്യൂ ഒക്കെ ചോദിച്ചാൽ tan ഇൻവേഴ്സ് സംതിങ്. സോ അപ്പോൾ കണ്ടാൽ നമ്മൾ വലിയ ബുജികളാണെന്നൊക്കെ തോന്നണം. സോ ആ രീതിയിൽ ആൻസർ പറയാവും. അപ്പോൾ ഇനി ആംഗിൾ കണ്ടുപിടിച്ച സ്ഥലം നിങ്ങൾ കണ്ണ് തള്ളിയിരിക്കുകയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഞാനൊന്ന് പറയാം. നോക്കൂ, അപ്പോൾ നോക്കൂ, ഞാനിവിടെ ആംഗിൾ കണ്ടുപിടിച്ച സെക്ഷൻ മാത്രം പറയുകയാണ്. നോക്കൂ, നമ്മുടെ പിക്ചർ ഞാൻ വരയ്ക്കാം. വെല്ല മാച്ചുകളെ നോക്കൂ, നമ്മുടെ പിക്ചർ ഞാൻ വരയ്ക്കാം. നോക്കൂ, മഴ, വെലോസിറ്റി ഓഫ് റെയിൻ എത്രയാ, 35. ഇനി അടുത്ത വിൻഡ് വെലോസിറ്റി ഓഫ് വിൻഡ് എത്രയാ, 12. ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാണാൻ നമ്മൾ പാരലോഗ്രാം ലോ ഉപയോഗിച്ചു. ഇതൊക്കെ നമുക്കറിയാം. ഇതാണ് റിസൾട്ടൻ്റ് വെലോസിറ്റി അല്ലേ. റിസൾട്ടൻ്റ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് എ റിസൾട്ടൻ്റ് വെലോസിറ്റി? 37 m/s. ഇതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ല. റിസൾട്ടൻ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ ഹിയർ. ഓക്കെ, വാട്ട് ഈസ് തീറ്റ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ടാൻ തീറ്റ കണ്ടുപിടിക്കും. വാട്ട് ഈസ് ടാൻ തീറ്റ? പെട്ടെന്ന് പറയൂ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡ് എത്രയാ, 12 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാ, 35. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, പറയും, ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്, 0.343 എന്നാണ് നമുക്ക് വന്നത്. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്താണ്, ടാൻ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നാണെങ്കിൽ എന്തായിക്കോട്ടെ, 1 എന്തോ എന്തായിക്കോട്ടെ, എക്സ് കാണാൻ എന്ത് ചെയ്യണം, ടാൻ ഇൻവേഴ്സ് ഇവിടെ ഇത് √3 ആണെന്നിരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് അതിന് സംശയം വരാം. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു √3 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എക്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, ടാൻ ഇൻവേഴ്സ് √3 എടുക്കും. ടാൻ ഇൻവേഴ്സ് √3. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. അവിടെ മാത്രം നോക്ക് എന്തൊക്കെയാണ്, ഇതാ നോക്കിക്കോളൂ. എന്താണ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു, ഇതാ ഞാനിവിടെ ഒരു വാല്യൂ പറയുന്നു. ഏത് വേണം, ടാൻ ഒരു വാല്യൂ പറ. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഓരോ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഇതാ ഇൻഫിനിറ്റി എന്നാണ്. ഓക്കെ, ടാൻ്റെ വാല്യൂ എത്രയാണ്, ഇൻഫിനിറ്റി എന്നാണ്. അപ്പം നിങ്ങൾ നോക്ക്, ഇതിനകത്ത് എക്സ് എങ്ങനെ കാണും, എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈ മോഡലിൽ ചെയ്തോണം, എന്ത് കുന്തം ആയിക്കോട്ടെ. അപ്പോൾ അതാണ്ട് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഇതായിരിക്കുന്നു, തേങ്ങ എന്നാണ്. അപ്പോൾ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു തേങ്ങ. അങ്ങനെയാണെങ്കിൽ പറയൂ, വാട്ട് ഈസ് എക്സ്, ടാൻ ഇൻവേഴ്സ് തേങ്ങ. നമുക്ക് ഇത് കണ്ടോ, ഇതെന്താണ് സാധനം, തേങ്ങയാണ്. തേങ്ങ മറക്കരുത്, ചെന്തെങ്ങിൻ്റെ തേങ്ങയാണ്. സൊല്യൂഷൻ, അപ്പോൾ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു തേങ്ങ. അപ്പോൾ വാട്ട് ഈസ് എക്സ്, ടാൻ ഇൻവേഴ്സ് തേങ്ങ. ബുദ്ധിമുട്ടില്ല. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് തീറ്റ? നിങ്ങൾ തന്നെ പറയൂ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.343. നിങ്ങൾ തൽക്കാലം ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാൻ നിങ്ങളുടെ നോട്ട്സിനകത്ത് എഴുതിയിട്ടുണ്ട്. 19 ഡിഗ്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നീട് ഞാൻ നിങ്ങളെല്ലാവരും ക്ലാസ് ടേബിൾ കൊണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇരുത്തി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ഇത്രയും മതി. അപ്പോൾ പയ്യൻ എത്ര ആംഗിൾ ചരിച്ച് കുട പിടിക്കണം, തീറ്റ ആംഗിൾ. തീറ്റയുടെ വാല്യൂ എത്ര, ടാൻ ഇൻവേഴ്സ് 0.343. അപ്പോൾ ഞാനാണ് പയ്യൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കുട പിടിച്ചുകൊണ്ടിരുന്നത്. മഴ നേരെ പെയ്ത സമയത്ത്, കാറ്റടിച്ച സമയത്ത് മഴത്തുള്ളി ഇങ്ങനെ ആയല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുട ഇങ്ങനെ പിടിക്കണം. ഏത് ഡയറക്ഷനിലാണ് പിടിക്കേണ്ടത്, അവിടെ അല്ലേ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലോട്ട് ചരിച്ച് പിടിക്കണം. എത്ര ആംഗിൾ ചരിക്കണം, അപ്പോൾ ഇതാണ്ട് ഇതാണ് കുട. നിങ്ങൾ നോക്കൂ, ഇതാണ് കുട. ഓക്കെ, കുട പിടിച്ചു. ഓക്കെ, എത്ര ആംഗിൾ ചരിച്ച് പിടിച്ചു മക്കളെ, 35 ഡിഗ്രി, സോറി 35 അല്ല, ടാൻ ഇൻവേഴ്സ് 0.343 ചരിച്ചു പിടിച്ചു. എത്ര ചരിച്ചു പിടിച്ചു, ടാൻ ഇൻവേഴ്സ് 0.343 ചരിച്ചു പിടിച്ചു. ഏതുമായിട്ട്, വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട്. അപ്പോൾ ഈസ്റ്റിലോട്ട് എത്ര ആംഗിൾ, ടാൻ ഇൻവേഴ്സ് 0.343 ആംഗിൾ ചരിച്ചു പിടിക്കണം. ഓക്കെ, വെർട്ടിക്കലുമായിട്ട് ഇത്രയും ആംഗിൾ ഉണ്ടാക്കണം. ഓക്കെ, സോ ദ ബോയ് മസ്റ്റ് കീപ് ഹിസ് അംബ്രല്ല, bend his umbrella towards east, making an angle tan inverse 0.343 with vertical. Okay, the boy must slant his umbrella towards east, making an angle
tan inverse 0.343 with vertical. അങ്ങനെ എഴുതി ഫിനിഷ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലായല്ലോ. മഴ പെയ്യുന്നു 35 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ, കാറ്റടിക്കുന്നു 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ. മഴത്തുള്ളി വിൽ ഗെറ്റ് എ ന്യൂ വെലോസിറ്റി. വാട്ട് ഈസ് എ ന്യൂ വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ മഴത്തുള്ളി? ഇറ്റ് ഈസ് 37 meter per second. This velocity makes an angle. How much? This with vertical. Okay, so the boy must hold his umbrella, slant his umbrella towards east, making an angle theta with vertical. Is it clear? ഇനി നമുക്ക് അടുത്തതിലേക്ക് കൂടെ പേടിക്കാൻ വേണ്ടി ഉണ്ടോ? പേടിക്കാൻ വേണ്ടി വല്ലതുണ്ടോ? അടുത്ത ഇതിലേക്ക് പോകാം. നോക്ക്, അടുത്ത ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. അതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആ സെക്ഷനിലെ ആ പ്രോബ്ലം അങ്ങ് തീരും. ഞാൻ അടുത്ത പ്രോബ്ലം വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ബോഡി കിടക്കുന്ന എല്ലാം ഞാൻ റൈസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. ഒരു പാർട്ടിക്കിൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അറ്റ് എ ടൈം ഈക്വൽ ടു 0. ടൈം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിൽ. അപ്പോൾ പാർട്ടിക്കിൾ അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു പർട്ടിക്കുലർ ടൈമിൽ. അപ്പോൾ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ എവിടെയാണ് സാധനം? ഒറിജിനിലാണ്. Then with a velocity 5i meter per second. See, at a time equal to 0, the particle has an initial velocity 5i meter per second. അപ്പോൾ at time is equal to 0, what is the velocity? At a time 0, the velocity is called initial velocity. Initial velocity അവർ തന്നിട്ടുണ്ട്. What is the initial velocity? പറയൂ. ഇനീഷ്യൽ വെലോസിറ്റി ചില ആളുകൾ യു എന്ന് എഴുതും, ചില ആളുകൾ v0 എന്ന് എഴുതും. ഇനീഷ്യൽ വെലോസിറ്റിയുടെ ആൻസർ പറയൂ. എത്രയാ? 5i cap meter per second. 5i cap meter per second. അപ്പോൾ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്? എക്സ് ഡയറക്ഷനിലാണ്. അതെങ്ങനെ മനസ്സിലായി? ഐ ക്യാപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. ഇനി it moves under xy plane under the action of a force which produces a constant acceleration. പാർട്ടിക്കിൾ മൂവ് ചെയ്ത പാർട്ടിക്കിളിൻ്റെ മണ്ടയിൽ ഒരു ഫോഴ്സ് കിട്ടി, പാർട്ടിക്കിളിന് ഒരു ആക്സലേഷൻ ഉണ്ടായി. ആക്സലറേഷൻ ഈസ് ഗിവൺ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 3i cap plus 2j cap. അപ്പോൾ പാർട്ടിക്കിളിന് കിട്ടിയ ആക്സലേഷൻ ആണ് 3 meter per second square. What is the y coordinate of particle at the instant its x coordinate is 84 meter? പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ ആൻസർ 84 ആയിരിക്കുമ്പോൾ വാട്ട് ഈസ് എ വൈ കോർഡിനേറ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു പുണ്ണാക്കുമില്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഐ എം ഗിവിംഗ് യു എ പാർട്ടിക്കിൾ. See, its initial velocity is given. This is the initial velocity. Then a force acts on the particle. Then your particle will get an acceleration. This is acceleration. Then what is the next? Then when the x coordinate is 84, what is the y coordinate of your particle? Then it is given that your particle is moving in xy plane. നിങ്ങളുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് xy പ്ലെയിനിലാണെന്ന് പറയുന്നുണ്ട്. xy പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ 2 dimensional മോഷൻ ആണ്. എന്താണ് 2 dimensional മോഷൻ? മോഷൻ അലോങ് എ പ്ലെയിൻ്റെ വേറൊരു പേരാണ് 2 dimensional മോഷൻ. അപ്പോൾ ഒന്നും കൂടെ. സോ യു ഹാവ് എ പാർട്ടിക്കിൾ, ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് given. Then a force acts on the particle will get an acceleration. See, this is acceleration, very clear from this. It has x component, y component. So your particle is moving along xy plane. Then x component of your particle is 84. What is the y component then? It is a question. Okay, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സന്തോഷമായിട്ട് ആൻസറുകളെല്ലാം പറയണം. നോക്കൂ, ഞാനിവിടെ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇടാം. എസ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാമോ? അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇതിനകത്ത് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ അല്ലേ? അപ്പോൾ ഇതിനെ ഞാനിവിടെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ഞാനിവിടെ ഞാൻ എഴുതാൻ പോവാണ്. ഇതിന് പകരം ഞാൻ ആർ എന്ന് എഴുതി. എന്തെഴുതി? ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, അതിന് ഞാൻ ആർ എന്ന് എഴുതി. അപ്പോൾ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു പറയൂ. ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ വെക്ടർ ആർ എന്ന് എഴുതുന്നില്ല, ഞാൻ ആറെന്ന് മാത്രം എഴുതുന്നു. ഓക്കെ, ഞാൻ ആറെന്ന് മാത്രം എഴുതി. നോക്കിക്കോ. അപ്പോൾ ആർ എന്ന് എഴുതി കേട്ടോ. അപ്പോൾ ഇനി എസിന് പകരം ഞാൻ എന്തെഴുതും? ആർ ഈസ് ഈക്വൽ ടു
യുവിൻ്റെ ആൻസർ പറയൂ. വാട്ട് ഈസ് യു? യുവിൻ്റെ ആൻസർ പറയൂ. 5 i ക്യാപ്പ് എന്നാണ്. അപ്പോൾ 5 i ക്യാപ്പ് എന്നാണ്. ടി തന്നെ പ്ലസ് അടുത്ത് ഹാഫ് എഴുതി. എയുടെ വാല്യൂ പറയൂ. 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് എന്നാണ്. ഇനി ടി സ്ക്വയർ അതുപോലെ എഴുതി. മനസ്സിലാവായിക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഒരു പുണ്ണാക്കും ഞാൻ എഴുതിയിട്ടില്ല, സിമ്പിളായിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ആർ, ഇനി നമുക്കിവിടെ ഈ റൈറ്റ് സൈഡ് നോക്കിയേ. റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയതിനകത്തെല്ലാം ഐ ക്യാപ്പും ജെ ക്യാപ്പും ഒക്കെ എഴുതി. അപ്പോൾ അങ്ങനെ എഴുതണമെങ്കിൽ അതെല്ലാം വെക്ടറുകളാണ്. അപ്പോൾ ലെഫ്റ്റിലുള്ളതിന് എന്ത് വേണം? വെക്ടർ സിമ്പൽ വേണം. ഓക്കെ, ഇനി ഇവിടെ നേരെ നോക്കാം. ആർ ഈസ് ഈക്വൽ ടു, നേരെ നോക്കി പറയണേ മക്കളെ, ഐ ക്യാപ്പുകൾ എല്ലാത്തിനും നമുക്ക് ഈ ബ്രാക്കറ്റൊക്കെ നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം. പറഞ്ഞു 5t ഐ ക്യാപ്പ് എന്ന് എഴുതട്ടെ ഇതിനെ, പ്ലസ് അടുത്ത പറയണേ ഹാഫ് എഴുതി. നിങ്ങൾ പറ, ഈ വെളിയിലുള്ളതുകൊണ്ട് ഇൻറ്റു ഇത് പറയും. ഹാഫ് ടി സ്ക്വയർ വെളിയിലുണ്ട്, അതിനെ 3i കൊണ്ട് ഇൻറ്റു വേണം. അപ്പോൾ ഹാഫ് ഇൻറ്റു 3i ക്യാപ്പ് ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് അടുത്ത ഹാഫ് ടി സ്ക്വയർ വെളിയിലുണ്ട് ഇൻറ്റു 2j ക്യാപ്പ്. പേടിച്ചൊന്നും ഇല്ല നമ്മൾ. ഇനി അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു, പേടിക്കരുത്, 5t ഐ ക്യാപ്പ് പ്ലസ് നിങ്ങൾ പറയും ഇത് രണ്ടും കൂടെ വെട്ടുമ്പോഴത്തേക്ക് 1.5 എന്നാവും അല്ലേ? ടി സ്ക്വയർ ഐ ക്യാപ്പ് പ്ലസ് ഇത് രണ്ടും കൂടെ ക്യാൻസലായി, ബാക്കി ടി സ്ക്വയർ ജെ ക്യാപ്പ് എന്നായി. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ? അപ്പോൾ ആറിൻ്റെ ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആർ പൊസിഷൻ വെക്ടർ ആറാണ് എഴുതിയിരിക്കുന്നത്. ആർ ഈസ് ഈക്വൽ ടു, ഐ ഉള്ളതിനെയൊക്കെ വെളിയിൽ എഴുതുക, കോമൺ ആയിട്ട് എടുത്ത് വെളിയിൽ വെച്ചു. ബാക്കി പറയും 5t പ്ലസ് 1.5 ടി സ്ക്വയർ എന്നാണ്. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ? ഇനി പ്ലസ് അടുത്ത ടി സ്ക്വയർ ജെ ക്യാപ്പ് എന്നാണ്. പേടിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഇത്രയും സാധനം ഒന്നും കൂടെ എഴുതി കാണിച്ചു തരും, നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യണ്ട. ഇനി നോക്കൂ നിങ്ങൾ, ഇത് ആർ ആണെങ്കിൽ, ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെങ്കിൽ, അത് പ്ലെയിനിലുള്ള വെക്ടർ ആണെങ്കിൽ അതിനെ റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണൻറ്റ് കിട്ടും? എത്ര കമ്പോണൻറ്റ് കിട്ടും? 6 കിട്ടൂലേ? പ്ലെയിനിലുള്ള വെക്ടറിന് റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണൻറ്റ് കിട്ടും? 6 കിട്ടുക. അത് 3 കിട്ടുന്നത്? 6 3 3. പ്ലെയിനിലുള്ള വെക്ടറിനെ റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണൻറ്റ് കിട്ടും? 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് കിട്ടും. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? പ്ലെയിനിൽ മറ്റേ പ്ലെയിൻ അല്ല, പരന്ന സ്ഥലത്തുള്ള വെക്ടറിനെ റിസോൾവ് ചെയ്താൽ എന്താണ്? പ്ലെയിൻ ദോശയാ, പ്ലെയിൻ ദോശ തിന്നാനിരിക്കുകയാണ് ഇവിടെ. അതല്ല, നമ്മുടെ കസ്റ്റഡിയിൽ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. വെക്ടർ എവിടുത്തെ വെക്ടറാണ്? പ്ലെയിനിലെ വെക്ടറാണ്. അതിനെ റിസോൾവ് ചെയ്തപ്പോൾ എനിക്ക് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് കിട്ടിക്കൂടെ? കിട്ടും, കിട്ടും. നോക്കൂ, വെക്ടർ ആറെന്നാണ്, അതിനെ റിസോൾവ് ചെയ്തപ്പോൾ 2 കമ്പോണൻറ്റ് കിട്ടിയതാ. ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്. ഓക്കെ, ഈ കമ്പോണൻറ്റ് എക്സ് കമ്പോണൻറ്റും ഈ കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റും അല്ലേ? അപ്പോൾ ഇത് ഐ ക്യാപ്പ് ഞാൻ ഇടാം, ഇവിടെ ജെ ക്യാപ്പ് ഞാൻ ഇട്ടൂടെ. അപ്പോൾ വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്ന് എഴുതുന്നല്ലേ അതിൻ്റെ മര്യാദ. അപ്പോൾ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ഇതേ പ്ലസ് ഇതേ എന്ന് എഴുതിക്കൂടെ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇതേ മോഡൽ എഴുതിയതിൻ്റെ കാര്യം. ഞാൻ ഇത്രയും സാധനം ഒന്നും കൂടെ പറയാണ്. പേടിച്ചിരിക്കുന്ന ആളുകൾ കുളമാക്കരുത്, നല്ല സന്തോഷമായിട്ടിരിക്കുക. ഇതാ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാ നോക്കൂ. ഞാൻ മൊത്തത്തിൽ എറേസ് ചെയ്തോളാം. നോക്കൂ, സ്റ്റാർട്ടിങ് കൊണ്ട് പറയാം. എന്താണ്? നമ്മുടെ കസ്റ്റഡിയിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. ആ പാർട്ടിക്കിളിൻ്റെ ടൈം ഈസ് ഈക്വൽ ടു 0 ആയിരിക്കുന്ന സമയത്ത്, അതായത് ഇനീഷ്യലി അതിൻ്റെ വെലോസിറ്റി ഗിവൺ ആണ്. What is the initial velocity? Tell me. Initial velocity is 5i cap. Okay. Your particle moves along xy plane. A force acts on the particle. Your particle will get an acceleration. What is the acceleration? Acceleration is equal to, what is answer given? 3i cap plus 2j cap. This is the acceleration of your particle. Then x coordinate of your particle is what? X coordinate of your particle is 84. Then what will be the y coordinate? So it is a question. അപ്പോൾ നമ്മൾ ചീള് കേസായിട്ട് ഇപ്പം ചെയ്ത് മറിക്കാൻ പോവാണ്. ആൻസറുകളെല്ലാം പറയുക. ഡിസ്പ്ലേ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ എഴുതാം. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു പറയും യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ അല്ലേ മക്കളെ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എഴുതാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ
ഇസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എത്രയാ 5i ക്യാപ്പ് എന്നാണ്. 5i ക്യാപ്പ് ടി പ്ലസ് ഹാഫ് എ എന്താണ്? വാട്ട് ഈസ് എ? 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് എന്നാണ്. ഓക്കെ, ഇൻറ്റു ടി സ്ക്വയർ എന്നാണ്. പേടിക്കരുത്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയണം 5ti ക്യാപ്പ് പ്ലസ് വെളിയിലുള്ളതുകൊണ്ട് അകത്തുള്ളതിന് ഇൻറ്റു ചെയ്യാണ്. ഹാഫ് ടി സ്ക്വയർ വെളിയിലുണ്ട്, അതുകൊണ്ട് 3i ക്യാപ്പിന്. അപ്പോൾ ഹാഫ് ടി സ്ക്വയർ ഇൻറ്റു 3i ക്യാപ്പ് പ്ലസ് അടുത്ത് വീണ്ടും ഹാഫ് ടി സ്ക്വയർ ഉണ്ട്, ഹാഫ് ടി സ്ക്വയർ ഇൻറ്റു 2j ക്യാപ്പ്. ഇനി ബാക്കി പറയണം. സി ആർ ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയും. ആർ ഈസ് ഈക്വൽ ടു 5ti ക്യാപ്പ് പ്ലസ് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 1.5 ടി സ്ക്വയർ ഐ ക്യാപ്പ് പ്ലസ് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ടി സ്ക്വയർ ജെ ക്യാപ്പ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. പേടിച്ചൊന്നുമില്ല നമ്മൾ. ഇപ്പോൾ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ഞാൻ ചെയ്യുന്നത് ഐ ക്യാപ്പിനെ കോമൺ ആയിട്ട് എടുത്ത് ബ്രാക്കറ്റിൻ്റെ വെളിയിൽ വെച്ചു. പറയൂ ബാക്കി ബ്രാക്കറ്റിനകത്തിടാം. സോ 5ti പ്ലസ് 1.5 ടി സ്ക്വയർ എന്നാണ്. വേണമെങ്കിൽ അതിനെ ഞാൻ അവിടെ നിന്ന് മാറ്റി മേലോട്ട് എഴുതാം. ഇപ്പോൾ നോക്കൂ, ഇത് നമുക്ക് റൈസ് ചെയ്തോളെ മേലോട്ട് എഴുതാം. നോക്കൂ, ഞാനിവിടെ വെക്ടർ ആറിനെ ഇവിടെ എഴുതാണ്. ഇപ്പോൾ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു പറയും ഐ ക്യാപ്പ് കോമൺ, ബാക്കി ബ്രാക്കറ്റിൽ എഴുതാം. സോ 5ti പ്ലസ് പറയും 1.5 ടി സ്ക്വയർ ദെൻ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഐ ക്യാപ്പ് പ്ലസ് ബാക്കി പറയും ടി സ്ക്വയർ ജെ ക്യാപ്പ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം എന്താണ്? See, this is vector R. On resolving this vector, how many components will you get? 2 mutually components. So this is a first component and this is a next component. This is x component and this is y component. This is I direction, x direction. This is y direction. So j cap. So vector R can be written as, tell me, x I cap plus y j cap. ഇത് മനസ്സിലായോ? ഇതുപോലെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു പറയും എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് ഫോമിലല്ലേ മക്കളെ ഈ കിടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 5ti പ്ലസ് 1.5 ടി സ്ക്വയർ അല്ലേ എക്സ് അല്ലേ? എന്താണ് വൈ? വൈ എന്ന് പറയുന്നത് എന്താണ്? ടി സ്ക്വയറുമാണ്. മനസ്സിലായോ? അപ്പോൾ വൈയുടെ ആൻസർ ടി സ്ക്വയറുമാണ്, പിന്നെ എക്സിൻ്റെ ആൻസർ ഇതുമാണ്. ഇനി നിങ്ങളുടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ വൈ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ഇൻസ്റ്റന്റ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഈസ് 84. എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ 84 ആയിരിക്കണം. അതായത് 5ti പ്ലസ് 1.5 ടി സ്ക്വയറിൻ്റെ ആൻസർ 84 ആണ്. ആയിരിക്കുന്ന സമയത്ത് വാട്ട് ഈസ് വൈ? വാട്ട് ഈസ് വൈ? വൈയുടെ വാല്യൂ എത്ര? ആദ്യം ഇത് നിങ്ങൾ ഇവിടെ എഴുതാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒന്ന് ഓർഡറിൽ എഴുതാം. നോക്കൂ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ അല്ലേ 5t. നമുക്ക് ഇതിനെ എടുത്ത് ലെഫ്റ്റിൽ വയ്ക്കാം. ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? ഇത് നിങ്ങൾ പണ്ട് പഠിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലല്ലേ? എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഫോമിലല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ് സൊല്യൂഷൻ? ബി ഈക്വൽ ടു മൈനസ് ബി, സോറി എന്താണ് ബി അല്ലല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്നല്ലേ പഠിച്ചേ? നോക്കാം, അന്നുകൊണ്ട് ഈ ഇക്വേഷനൊക്കെ ചത്ത് തൊലഞ്ഞെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതാ ജനിച്ച് തള്ളി വരുന്നു. അപ്പോൾ ഇതൊന്നും ചത്തിട്ടില്ല. ഈ ഇക്വേഷനൊക്കെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിൽ വേണം. അപ്പോൾ ഞാൻ ഈ പാർട്ട് ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇതൊന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞാലേ ഈ 8ലും 9ലൊക്കെ കാണുന്ന പിള്ളേരുടെ അടുത്ത് നിന്ന് ഈ ഇക്വേഷനൊക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവരെടുത്തിട്ട് ചളുക്കും. നോക്കൂ, അപ്പോൾ നോക്കൂ, പെട്ടെന്ന് പറ. അപ്പോൾ എന്താണ്? പെട്ടെന്ന് പറയൂ. നമ്മുടെ ഇക്വേഷൻ ഇവിടെ എഴുതാൻ പോവാണ്. സൊല്യൂഷൻ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം. എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇതിനകത്ത് എക്സ് കാണാനുള്ള ആൻസർ എന്താ? എക്സിൻ്റെ ആൻസർ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഇതല്ലേ പഠിച്ചേ? നമ്മുടെ ഇവിടെ ഇതിന് പകരം ഇതാണ് ഇക്വേഷൻ. ഇവിടെ എക്സ് അല്ല ടി ആണ്. അപ്പൊ ടി കാണാൻ എന്താണ് പണി? ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇട്ടു. എന്താണ് എയും ബിയും? എ എന്ന് പറയുന്നത് 1.5,
ബി എന്ന് പറയുന്നത് 5, സി എന്ന് പറയുന്നത് -84. ഞാൻ ഇവിടെ സന്തോഷത്തിന് വേണ്ടി എഴുതാം. എ 1.5, ബി എന്ന് പറയുന്നത് 5, സി എന്ന് പറയുന്നത് -84. ആരും കാണരുത്, പറയൂ മൈനസ് ബി ഇട്ടു. ബിയുടെ വാല്യൂ എത്രയാ? 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, പറയൂ ബിയുടെ സ്ക്വയർ. ബിയുടെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 മൈനസ് 4 ഇൻറ്റു എ എത്ര? 1.5 ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാ? 84 -84. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്രയാ? 1.5. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടിയുടെ ആൻസർ കിട്ടും. ടിയുടെ ആൻസർ -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, പറയൂ ഇത് എത്ര വരും? ഇത് 25, 2 മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആയി, പ്ലസ് അടുത്ത 4 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ എത്രയായി? 6 ആയി. 6 ഇൻറ്റു 84, 84ന് 6, 504. കണ്ടോ? 504. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1.5 3. അപ്പോൾ ആൻസർ -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് എത്ര വരും? 529 ഡിവൈഡഡ് ബൈ 3 എന്നാണ്. ഇനി നിങ്ങൾ പറയൂ സീക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് ഇത് എത്രയാ? 23യുടെ അല്ലേ? ഡിവൈഡഡ് ബൈ 3 എന്നാണ്. അപ്പോൾ ആൻസർ എത്ര വരും? -5 പ്ലസ് 25 -5 പ്ലസ് 23 ബൈ 3 എന്ന് വരാം, ഓർ -5 മൈനസ് 23 ബൈ 3 എന്ന് വരാം. അപ്പോൾ ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ആൻസറാണ്. ടൈം നെഗറ്റീവ് വരില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ ഇത് 18/3. അപ്പോൾ ടിയുടെ ആൻസർ 6 എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഈ പാർട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇതിനകത്ത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ഇത് ഫുള്ളും ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇതാ നമ്മുടെ ഇവിടെ സോൾവ് ചെയ്യേണ്ട ഇക്വേഷനൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഇവിടെ നോക്കൂ, നമ്മുടെ ഇക്വേഷനെ അങ്ങോട്ട് പറയുക. ആദ്യം പെട്ടെന്ന് പറയണം. അപ്പം നമ്മുടെ ഇക്വേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇതല്ലേ മക്കളെ? ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? ഇത് കണ്ടിട്ട് R = XI പ്ലസ് YJ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സിൻ്റെ ആൻസർ ഇതാണെന്നും ഒയുടെ ആൻസർ T² ആണെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിനകത്ത്? നോക്കൂ, എന്താണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്? എക്സിൻ്റെ ആൻസർ എത്രയാ? 84 ആണെന്ന്. അപ്പോൾ ഈ 1.5 T² പ്ലസ് 5Tയുടെ ആൻസർ എത്രയാ? 84 ആണ്. ഈ സമയത്ത് Y കോർഡിനേറ്റ് എത്രയെന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ? Y എത്രയെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം T കണ്ടുപിടിക്കാം, എന്നിട്ടല്ലേ ബാക്കി പണി ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് സമാധാനമായിട്ട് ചെയ്യാം. നിങ്ങൾ തന്നെ പറയൂ, ഇതിനകത്ത് നിന്ന് T എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണ്? എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? -b. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണ്? a² പ്ലസ് bx പ്ലസ് c. അതിൽ നിന്ന് എക്സ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ മതി. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നാണ്. ഇതിനകത്ത് നിന്ന് ഇതാണ് a. ഇനി ആദ്യം നമ്മളിതിനെ ഷേപ്പിലാക്കാം. നോക്കൂ, അതിനൊന്ന് ഷേപ്പിലാക്കിയൊക്കെ ഞാൻ ഓക്കെ. നോക്കൂ ഇതിനെ ഒന്ന് ഷേപ്പിലാക്കാം. 1.5 T² പ്ലസ് 5T മൈനസ് 84 = 0 എന്നാണ്. ഓക്കെ, ഇനി പറയൂ, ഇതാണ് A, ഇതാണ് A, ഇതാണ് B, -84 ആണ് C. ഇനി നിങ്ങൾ ആദ്യം സൊല്യൂഷൻ കണ്ടുപിടി. ഇവിടെ T ആണ് കണ്ടുപിടിക്കേണ്ടത്. T = പറഞ്ഞു, ഇതിനകത്ത് വാല്യൂ ഇട്ടാൽ മതി. മൈനസ് ഇട്ടു. ബിയുടെ വാല്യൂ എത്രയാണ്? 5 എന്നാണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b², 5ന്റെ സ്ക്വയർ 25 മൈനസ് 4 ഇൻറ്റു എ എത്ര? 1.5 ഇൻറ്റു സി എത്ര? -84. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്ര? 1.5. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കി. അപ്പോൾ ടിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ടിയുടെ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ടിയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ ടിയുടെ ആൻസർ എത്രയാ? 6. അപ്പോൾ ടിയുടെ ആൻസർ 6 ആണെങ്കിൽ Y എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് Y? Y എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? T² എന്നല്ലേടാ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഇടുക. അപ്പോൾ 6². അപ്പോൾ Yയുടെ ആൻസർ എത്ര? 36.
മനസ്സിലായോ? അപ്പോൾ എന്താണ് ആൻസർ? ഐ. വാട്ട് ഈസ് എക്സ് കോർഡിനേറ്റ്? എക്സ് കോർഡിനേറ്റ് ഈസ് 84. ഇനി ആ ക്വസ്റ്റിനകത്ത് ഒരു പാർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾ ചോദിച്ച് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാം. നിങ്ങൾ തന്നെ സമാധാനമായിട്ട് പറയണം. ഫുൾ സാധനങ്ങൾ ബോർഡിലേക്ക് നോക്കും. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക്. പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് എ ഇനീഷ്യൽ വെലോസിറ്റി? നിങ്ങൾ പറയും. വാട്ട് ഈസ് എ ഇനീഷ്യൽ വെലോസിറ്റി? 5i cap. 5i cap. ഇനി നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്, യുവർ പാർട്ടിക്കിൾ ഗെറ്റ്സ് ആൻ ആക്സലേഷൻ. വാട്ട് ഈസ് ആക്സലേഷൻ? 3i + 2j. 3i + 2j. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇനി എന്താ വേണ്ടത്? എക്സ് കോർഡിനേറ്റ് ഈസ് 84. എക്സ് ഈസ് 84. ദെൻ വാട്ട് ഈസ് y? y എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യത്തെ പാർട്ടാണ് ഈ പറയാനുള്ളത്. അപ്പം സമാധാനമായിട്ട് പറയും. എസ് ഈസ് ഈക്വൽ ടു ut + ½ at². ഓക്കെ, ഇതിനകത്ത് എസിന് പകരം r എന്നെഴുതാം, യുവിന് പകരം എന്തെഴുതാം? 5i cap. t + ½ എയുടെ വാല്യൂ എത്രയോ? വാട്ട് ഈസ് എ? 3i + 2j എന്നാണ്. t² എന്നാണ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ r ഈസ് ഈക്വൽ ടു പറയും. ഇനി തെറ്റിക്കരുത്. 5ti cap പ്ലസ് പെട്ടെന്ന് പറയണം. ½ വെളിയിലുണ്ട്. ½ × 3i പ്ലസ് ½ × 2j എന്നാണ്. ഓക്കെ, നിങ്ങൾ ജെ ക്യാപ്പൊക്കെ ഇട്ടോണം. ഓക്കെ, ഇനി അടുത്ത് r ഈസ് ഈക്വൽ ടു പറയും 5ti cap പ്ലസ് പറയും ഇത് 1.5 t² i cap പ്ലസ് ഇത് ക്യാൻസൽ ആവും. അപ്പോൾ t² j cap എന്നാവും. ഇനി r ഈസ് ഈക്വൽ ടു പറയും i cap കോമൺ എടുക്കാം. ബാക്കി പറയും 5t പ്ലസ് 1.5 t² എന്നാണ് പ്ലസ് t² j cap എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞെന്താണ്? വെക്ടർ r ഈസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് y j cap എന്നാണ് ജനറൽ ഫോം. അതിന് പറയണ്ടല്ലോ. ഇതിനകത്തൊന്ന് കമ്പയർ ചെയ്താൽ മതി. എക്സിന് പകരമാണ് ഇത്, വൈക്ക് പകരമാണ് t². അപ്പം ഞാനിത് കമ്പയർ ചെയ്തിട്ട് ആ ആൻസർ സൈഡിലോട്ട് എഴുതാം. പെട്ടെന്ന് ആൻസർ പറ. എക്സിൻ്റെ ആൻസർ എത്ര മക്കളെ? വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ഈക്വൽ ടു ഈ സാധനം 5t പ്ലസ് 1.5 t² എന്നാണ്. ഇനി ഒയുടെ ആൻസർ പറയൂ. വാട്ട് ഈസ് ഒയ്? ഒയുടെ ആൻസർ t² എന്നാണ്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഇനി അവന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സിൻ്റെ ആൻസർ 84 ആകുമ്പോൾ ഒയ് എത്രയെന്നല്ലേ? അപ്പോൾ ഇതാണ് എക്സ്. ഇതിൻ്റെ ആൻസർ എത്ര വേണം? ഇതിൻ്റെ ആൻസർ 84 ആകുമ്പോൾ വാട്ട് ഈസ് ഒയ്? ഒയ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊന്ന് റെഡിയാക്കി പറഞ്ഞേ. നമ്മുടെ ഈക്വേഷൻ സമാധാനമായിട്ട് പറഞ്ഞു. 1.5 t² പ്ലസ് 5t മൈനസ് 84 ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. പറയും ഇതെന്ന് പറയുന്നത് എ ആണ്, ഇതെന്ന് പറയുന്നത് ബി ആണ്, ഈ -84 എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ വേണം. എന്താണ് ഇക്വേഷൻ? -b പ്ലസ് ഓർ മൈനസ് √b² - 4ac the whole divided by 2a എന്നാണ്. അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഇടുമ്പോൾ t ഈസ് ഈക്വൽ ടു പറയൂ. t ഈസ് ഈക്വൽ മൈനസ് ഇട്ടു. ബിയുടെ ആൻസർ എത്രയാ? 5 പ്ലസ് ഓർ മൈനസ് √b² 5² 25. അതൊക്കെ ഒറ്റയടിക്ക് എഴുതാം. -4 ഇൻറ്റു എയുടെ വാല്യൂ 1.5 ഇൻറ്റു സിയുടെ വാല്യൂ -84 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എയുടെ വാല്യൂ 1.5. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ടിയുടെ ആൻസർ 6. അപ്പോൾ ടിയുടെ ആൻസർ 6 കിട്ടിയാൽ വാട്ട് ഈസ് ഒയ്? ഒയ് എത്ര? ഒയ് എന്ന് പറഞ്ഞാൽ എന്താണ്? t² അല്ലേ? ഒയ് എന്ന് പറഞ്ഞാൽ t² ആണ്. ഒയ് ഈസ് ഈക്വൽ ടു ടിയുടെ സ്ക്വയർ 6². അപ്പോൾ ഒയ്യുടെ ആൻസർ എത്ര? 36 മീറ്റർ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതാണ് എന്തോന്ന് എക്സ് കോർഡിനേറ്റ് 84 ആകുമ്പോഴത്തേക്കുള്ള ഒയ് കോർഡിനേറ്റിൻ്റെ ആൻസർ. വാട്ട് ഈസ് എ സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ അറ്റ് ദിസ് ടൈം? ഈ സമയത്തുള്ള പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് പാർട്ടിക്കിളിൻ്റെ എന്തുകൂടെ കണ്ടുപിടിക്കണം? സ്പീഡ് കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. സ്പീഡല്ലേ വേണ്ടി? പേടിക്കാൻ ചെയ്യരുത്, വിരളൊന്നും ചെയ്യരുത്. ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് സ്പീഡ് കൂടെ ആണല്ലേ? നമുക്ക് ചെയ്യാം. ഇതൊക്കെ അവിടെ മാച്ചുകളെ ഇത്രയും സാധനങ്ങളെ ഞാനങ്ങ് മാച്ചാളെ ശല്യങ്ങളെല്ലാം പോക്കാം. ഓക്കെ,
അതെല്ലാം പോയി. ഇനി നിങ്ങൾ തന്നെ ആൻസർ പറയണം. എനിക്കിതാ പെട്ടെന്ന് പറഞ്ഞു തരണം. പറയാം എന്താണ് ആറിൻ്റെ ആൻസർ പറയും മക്കളെ. ആർ ആൻസർ പറ. ആർ ഈസ് ഈക്വൽ ടു 5t പ്ലസ് 1.5 t സ്ക്വയർ ഇവിടെ ഐ അല്ലേ പ്ലസ് ബാക്കി പറ ടി സ്ക്വയർ ജെ ക്യാപ്പ് എന്നാണ്. പേടിച്ചൊന്നുമില്ല നിങ്ങൾ. ഇനി സമാധാനമായിട്ട് വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആൻസർ പറയൂ. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ. വെലോസിറ്റി കാണാൻ എന്താ വഴി? വെലോസിറ്റി കാണാൻ എന്താണ് വഴി? വെലോസിറ്റി കാണാൻ dx/dt. മറന്നുപോയ dx/dt. ഇവിടെ dr/dt എന്ന് എഴുതണം. അത്രയേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്യണം? dr/dt എഴുതണം. dr/dt. ഇതെങ്ങനെ കിട്ടി? വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ തന്നെ dx/dt. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ജനറൽ എന്താണ്? ആർ എന്നാണ്, വെക്ടർ ആർ എന്നാണ്. അപ്പോൾ അതിനെ ഡിഫറൻസിയേഷൻ നടത്തുക. സമാധാനമായിട്ട് പറയും. ഇപ്പോൾ v ഈസ് ഈക്വൽ ടു അന്ന് ഇത് പഠിപ്പിച്ചപ്പോഴത്തേക്ക് ക്ലാസ്സില്ലായിരുന്ന ആളുകൾ കണ്ണും തള്ളി ഇരിക്കാനേ പറ്റൂ. അപ്പോൾ അതെല്ലാം പഴയ ഇത് നോക്കിക്കോണം. പഴയ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് കയറി നോക്കിക്കോണം. ഓക്കെ. അപ്പോൾ d/dt അതുപോലെ എഴുതി. ആറിൻ്റെ വാല്യൂ എന്താണ്? വട്ട് ഈസ് ആർ? പറഞ്ഞോ. വെളിയിലുള്ളതുകൊണ്ട് അകത്തുള്ളതിന് ഇൻറ്റു ഇതങ്ങ് എടുത്താൽ നിങ്ങൾക്ക് സൗകര്യമാണ്. 5t i ക്യാപ് പ്ലസ് 1.5 t സ്ക്വയർ i ക്യാപ് പ്ലസ് ടി സ്ക്വയർ ജെ ക്യാപ് അല്ലേ? ഇതാണ് കണ്ടുപിടിക്കാം. അപ്പോൾ v ഈസ് ഈക്വൽ ടു ഓരോ ടേമിനായിട്ട് ചെയ്യണം. നിങ്ങൾ നോക്ക്. 5i ക്യാപ് ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി d/dt ഓരോ ടേമായിട്ട് ചെയ്യണം. d/dt ഓഫ് ഇനി ആരുണ്ട് മക്കളെ? ടി. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും കൂടെ ഞാൻ ചെയ്യാം. നോക്കാം. ഇതും കൂടെ വാങ്ങിച്ചേക്കാം. ഓക്കെ. ശല്യങ്ങളെല്ലാം പോട്ടെ. നോക്കോ. v ഈസ് ഈക്വൽ ടു നോക്കോ. ഓരോ ടേമിനായിട്ട് ചെയ്യാം. d/dt ഓഫ് ആദ്യത്തെ ടേം, അടുത്ത ടേം, അടുത്ത ടേം. അപ്പോൾ d/dt പറഞ്ഞു. സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. d/dt 5ti അടുത്ത d/dt അടുത്ത ടേം ഏതാണ്? 1.5 t സ്ക്വയർ i അടുത്ത d/dt പറഞ്ഞോ ടി സ്ക്വയർ ജെ. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ബാക്കി v ഈസ് ഈക്വൽ ടു പറയും. ഇതിനകത്ത് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റുകളെയൊക്കെ എടുത്ത് പുറത്ത് കളയും. അപ്പോൾ 5ഉം i ക്യാപ്പും ഇവിടെ വെളിയിലിരിക്കട്ടെ. ബാക്കി പറ d/dt അതുപോലെ എഴുതി. ഇനി ആര് മാത്രം? ടി മാത്രമല്ലേ ഉള്ളൂ. ഇനി ബാക്കി പ്ലസ് അടുത്ത 1.5 അതുപോലെ എഴുതി. i ക്യാപ്പ് അതുപോലെ എഴുതി. ബാക്കി d/dt അതുപോലെ എഴുതി. ടി സ്ക്വയർ എഴുതി. ഓക്കെ. അടുത്തത് ഇനി ഇവിടെ ഒന്നുമില്ല. d/dt ടി സ്ക്വയർ അതുപോലെ എഴുതി ജെ ക്യാപ്. പേടിച്ചില്ല. ഇനി ഞാൻ ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് കിട്ടണം. ആൻസർ കിട്ടിയാലേ എനിക്ക് ആൻസർ പറഞ്ഞു തരാൻ പറ്റൂ. നോക്കാം. ഡിഫറൻസിയേഷൻ ഓർമ്മയുണ്ട? d/dx ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ nx⁻n-1 ആണോ? ആണ്. അപ്പൊ അതുപോലെ d/dt t⁻2 എന്ന് പറഞ്ഞാൽ 2t⁻2 - 1 ആണോ? അതായത് 2t ആണോ? ആണ്. അപ്പൊ നമുക്കിവിടെ വാല്യൂ ഇടാം. പേടിച്ചെന്നാണ് തോന്നുന്നത്. വരലൊന്നും വേണ്ട. v ഈസ് ഈക്വൽ ടു 5i ക്യാപ് അതുപോലെ എഴുതി. ഇത് ക്യാൻസലായി. പ്ലസ് ബാക്കി പറ 1.5 i ക്യാപ് അതുപോലെ എഴുതി ഇൻറ്റു ഇതിൻ്റെ ആൻസർ എത്രയെന്നാണ് സൈഡിൽ എഴുതിയിരിക്കുന്നത്? എത്ര? 2t എന്നാണ്. പ്ലസ് ഇതിൻ്റെ ആൻസർ എത്രയാ? സൈഡിൽ എഴുതിയിട്ടുണ്ട് 2t എന്നാണ്. ജെ ക്യാപ് എന്നാണ്. പേടിക്കരുത്. സോ v ഈസ് ഈക്വൽ ടു പറയും 5i ക്യാപ് അതുപോലെ എഴുതി. പ്ലസ് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ 3 എന്ന് വരും. 3t i ക്യാപ് എന്ന് വരും. പ്ലസ് അടുത്ത 2t ജെ ക്യാപ് എന്ന് വരും. ഇപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ ആൻസറാണ് കിട്ടിയിരിക്കുന്നത്? വെലോസിറ്റിയുടെ ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ടൈം എത്രയെന്ന് എനിക്കറിയാം. 6 ആണെന്ന് അറിഞ്ഞൂടെ? ആ സമയത്തുള്ള വെലോസിറ്റിയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡ് എറൈസ് ചെയ്ത് കളയാണ് ഞാൻ. റൈറ്റ് സൈഡ് മൊത്തം എറൈസ് ചെയ്യാണ്. നോക്കൂ. അറ്റ് ടൈം ഈസ് ഈക്വൽ ടു നോക്കൂ. അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 6. വാട്ട് ഈസ് എ വെലോസിറ്റി? നിങ്ങൾ പറ. ടൈമിന് പകരം 6 കൊടുക്കൂ. അപ്പൊ v വെലോസിറ്റി ഈസ് ഈക്വൽ ടു പറ മക്കളെ 5i ക്യാപ് പേടിക്കല്ലേ പ്ലസ് 3 × 6 എത്ര? 18.
ഐ ക്യാപ് പ്ലസ് 2 into 6 12 ജെ ക്യാപ്. പേടിക്കല്ലേ. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ 23 ഐ ക്യാപ് പ്ലസ് 12 ജെ ക്യാപ് എന്നായി. കണ്ടോ? ഇപ്പം നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡ് എല്ലാം വെക്ടറാണ്, അപ്പം ലെഫ്റ്റ് സൈഡും വെക്ടർ അല്ലേ. ഇനി ഇതാണ് വെലോസിറ്റിയുടെ ആൻസർ. ഈ വെലോസിറ്റിയുടെ ആൻസർ അറിയാമെങ്കിൽ വെലോസിറ്റിയുടെ വെക്ടറായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? പറയും. റൂട്ട് ഓഫ് 23യുടെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ. ഇതെവിടെ നിന്ന് കിട്ടി? ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് ഐയുടെ കൂടെയുള്ള ഐ ക്യാപ്പിന്റെ കൂടെയുള്ള സാധനത്തിന്റെ സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിന്റെ കൂടെയുള്ള സാധനത്തിന്റെ സ്ക്വയർ പ്ലസ് കെ ക്യാപ്പിന്റെ സാധനത്തിന്റെ സ്ക്വയർ എന്നല്ലേ പറഞ്ഞേ. ഇവിടെ മൂന്നാമതല്ലേ പ്ലെയിനിലുള്ള വെക്ടറാണ്, അപ്പോൾ 2 കമ്പോണന്റേ കാണും. അപ്പോൾ റൂട്ട് ഓഫ് എക്സിന്റെ കൂടെ ഉള്ളതിന്റെ സ്ക്വയർ, ഐ ക്യാപ്പിന്റെ കൂടെയുള്ള സാധനത്തിന്റെ സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിന്റെ കൂടെയുള്ള സാധനത്തിന്റെ സ്ക്വയർ, അങ്ങനെ വരും. അപ്പോൾ ഇവിടുത്തെ സാധനം ഏതാ? 23. അപ്പോൾ വി ഈസ് ഈക്വൽ ടു പറയൂ, ഇതിന്റെ സ്ക്വയർ എത്ര? റൂട്ട് ഓഫ് 529 പ്ലസ് 144 എന്ന് വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പറയൂ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 529 144 പറഞ്ഞോ. 673 കണ്ടില്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 673 ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. ഞാൻ എനിവേ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്. സോ ഞാനിവിടെ സ്റ്റാർട്ടിങ് സെക്ഷൻ തൊട്ട് വീണ്ടും തുടങ്ങാൻ പോവാണ്. നിങ്ങൾ പേടിക്കുകയേ വേണ്ട, ടെൻഷൻ വേണ്ട, കൂളായിട്ട് ഇവിടെ ഇരിക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ 6 ഉണ്ടല്ലേ? 6 നമുക്ക് എന്ത് വേണം? വെലോസിറ്റി വേണം. ടൈം എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? 6ന്റെ ആൻസറാണ്, വിയുടെ ആൻസറാണ് വേണ്ടത്. പെട്ടെന്ന് ചെയ്താൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കിക്കോളൂ, എന്താണ്? 6ന്റെ ആൻസർ വേണം. 6ന്റെ ആൻസർ ഉണ്ട്, വി വേണം. നിങ്ങൾ പറയും വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയണം, പെട്ടെന്ന് പറയണം. വെലോസിറ്റി കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി പറഞ്ഞു തരില്ല. വെലോസിറ്റി കാണാൻ സാധാരണഗതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? dx/dt എന്ന് നിങ്ങൾ എഴുതും. ഓക്കെ, ഇവിടെ d/dt അതുപോലെ എഴുതി. ഇവിടുത്തെ കേസിൽ എക്സ് അല്ല, പിന്നെന്താണ്? 6 ആണ്. ഓക്കെ, ഇനി വെലോസിറ്റി ഇസ് ഈക്വൽ ടു പെട്ടെന്ന് പറയണം. ഇപ്പം d/dt അതുപോലെ എഴുതി. ഈ 6ന്റെ പകരം ഈ സാധനം അങ്ങോട്ട് നേരത്തെ പിടിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ 5t പ്ലസ് 1.5t സ്ക്വയർ ഐ ക്യാപ് പ്ലസ് ടി സ്ക്വയർ ജെ ക്യാപ്. ഓക്കെ, മൊത്തം സാധനം നമ്മളിവിടെ ഇട്ടു. ഇനി വി ഈസ് ഈക്വൽ ടു നമുക്ക് ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് നല്ലത്. ഇപ്പം d/dt അതുപോലെ എഴുതി. പേടിക്കല്ലേ. നോക്കൂ, 5t ഐ ക്യാപ്, 5t ഐ ക്യാപ്. അടുത്ത പ്ലസ് 1.5t സ്ക്വയർ ഐ ക്യാപ്. അടുത്ത ടി സ്ക്വയർ ജെ ക്യാപ്. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഓരോ ടേമിനെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഡിഫറൻസിയേഷൻ നടത്താം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു d/dt ആദ്യത്തെ ടേം 5t ഐ ക്യാപ് പ്ലസ് d/dt പറയും 1.5t സ്ക്വയർ ഐ ക്യാപ് പ്ലസ് d/dt അടുത്ത ടേം ഏതാണ്? ടി സ്ക്വയർ ജെ ക്യാപ്. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോ. നോക്കിക്കോ, വി ഈസ് ഈക്വൽ ടു നോക്കിക്കൊണ്ടേ. ഇതിനകത്ത് 5ഉം ഐ ക്യാപ്പും ഞാൻ ഇനി പുറത്തെടുത്തു. ബാക്കി d/dt ഇട്ടു. ബാക്കി ടി മാത്രമേ ഉള്ളൂ. പ്ലസ് അടുത്ത 1.5ഉം ഐ ക്യാപ്പും ഇനി പുറത്തെടുത്തു. ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? ടി ആണ്. അപ്പോൾ d/dt എന്ന് കാണുമ്പോഴേ അവിടെ ടി ആണ് വേരിയബിൾ. അപ്പോൾ d/dt പറഞ്ഞോ, ഇവിടെ ടി സ്ക്വയർ മാത്രമാണ്. പ്ലസ് അടുത്ത d/dt പറയൂ, ടി സ്ക്വയർ എഴുതി ചേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും എഴുതി. ഇത് ഡിഫറൻസിയേഷൻ മനസ്സിലാവാത്ത ആളുകൾ, ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത ആളുകൾ പഴയ വീഡിയോ എടുത്ത് വീണ്ടും വീണ്ടും കണ്ടോണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് അറിഞ്ഞുകൂടാ, എനിക്കിത് കളയാം, ഈ പ്രോബ്ലം കളയാമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നാൽ എല്ലാ പ്രോബ്ലം കളയേണ്ടി വരും. അവസാനം പരീക്ഷയ്ക്ക് പ്രോബ്ലം മാത്രമേ ഉള്ളൂ എന്നറിയാമല്ലോ. അപ്പോൾ ബോധത്തോടെ ഇരിക്കുക. ഇനി അടുത്ത് വി ഈസ് ഈക്വൽ ടു ബാക്കി പറയും. വി ഈസ് ഈക്വൽ ടു പറഞ്ഞോ, ഇത് രണ്ടും പോയി. ബാക്കി 5 ഐ ക്യാപ്പ് എന്ന് കിട്ടി. പേടിച്ചില്ലല്ലോ. പ്ലസ് 1.5 ഐ ക്യാപ്പ് എഴുതിയേ ഇൻറ്റു ബാക്കി പറയണം. ഇതിൻ്റെ ആൻസർ വേണം അല്ലേ മക്കളെ?
നമുക്കിവിടെ സൈഡിലോട്ട് എഴുതാം. ഇതാ ഡി, ഞാൻ ഇവിടെ എഴുതട്ടെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ, ഡി ബൈ ഡി ടി ടി സ്ക്വയർ എന്ത് വരും? 2t റൈസ് ടു 2 മൈനസ് 1 വരൂലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ 2t എന്ന് വരൂലേ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ ആ പഴയ കാര്യങ്ങളാണ്. നോക്കൂ ഒന്നും കൂടെ. നമ്മളുടെ ഡിഫറൻസിയേഷനിൽ പഠിച്ച ഇക്വേഷനാണ്. എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ടി ടി റൈസ് ടു എന്താണ്? 2 എന്നാണെങ്കിൽ എന്താണ്? 2t റൈസ് ടു 2 മൈനസ് 1 എന്നാണ്. അതായത് 2t റൈസ് ടു 1 എന്നാണ്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ആൻസർ പറയണം. ദാണ്ടെ ഇതിൻ്റെ ആൻസർ എത്ര? അതല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത് 2t. അപ്പോൾ ഇതിന് പകരം 2t. ഓക്കെ, ഞാൻ ഒന്നുകൂടെ എഴുതാം. അവിടെ മാത്രം പോട്ടെ, ഒന്നും കൂടെ ആ സെല്ലം മാത്രം എഴുതേ. നോക്കണം നമ്മുടെ ഇവിടുത്തെ നോക്ക്, വെലോസിറ്റിയുടെ ആൻസറാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വെലോസിറ്റി ഈസിക്കൽ സമാധാനമായിട്ട് പറ 5i ക്യാപ്, അതൊക്കെ പോയി, പ്ലസ് അടുത്ത ബാക്കി പറ 1.5i ക്യാപ് ഇൻറ്റു പറഞ്ഞോ അടുത്ത ആ സാധനത്തിൻ്റെ പേരെന്താണ്? ഡി ടി സ്ക്വയർ ബൈ ഡി ടിയുടെ ആൻസർ എന്താണ്? 2t എന്നാണ്. 2t പ്ലസ് ഇതിൻ്റെ ആൻസർ എന്താണ്? അതല്ലേ 2t ജെ ക്യാപ്പ് എന്നാണ്. ഇനി ബാക്കി വെലോസിറ്റി ഇസ് ഈക്വൽ ടു പറ 5i ക്യാപ് പ്ലസ് ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 3ti ക്യാപ് പ്ലസ് 2t ജെ ക്യാപ്. കണ്ടോ? ഇപ്പം എന്തിൻ്റെ ആൻസർ കിട്ടി? വെലോസിറ്റിയുടെ ആൻസർ കിട്ടി. ഇതിനകത്ത് ടൈമിന് പകരം എത്രയെന്ന് കൊടുക്കണം? 6 എന്ന് കൊടുക്കണം. ടൈമിന് പകരം 6 എന്ന് കൊടുക്കുക. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു പറയും വെലോസിറ്റി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇതിനകത്ത് നമുക്ക് റെഡിയാക്കി എഴുതിയിട്ട് നമുക്ക് ചെയ്യാം ലാസ്റ്റിൽ. നമുക്ക് ഇപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ 6 എന്ന് കൊടുക്കട്ടെ. ഇപ്പോൾ എത്ര വരും? 5i പ്ലസ് 3 ഇൻറ്റു 6 18i പ്ലസ് 2 ഇൻറ്റു 6 12j. ഓക്കെ, ഇനി ബാക്കി ഈ താഴെയുള്ള ഇതെല്ലാം എറൈസ് ചെയ്ത് കളയാണ്. നിങ്ങൾ നോക്കി പറഞ്ഞോ എന്താണ്? ഇപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു പറ മക്കളെ. വെലോസിറ്റി വേണം. ഇതെത്ര? 23i ക്യാപ് പ്ലസ് 12j ക്യാപ് എന്നാണല്ലേ. ഇത് വെലോസിറ്റിയാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് റൂട്ട് ഓഫ് 673 എന്നാണ്, മീറ്റർ പെർ സെക്കൻഡ്. പൊളിയല്ലേ സാധനം? അപ്പോൾ ഇത് സൂക്ഷിച്ചും കണ്ടും എഴുതിക്കോണം. ഞാൻ വേണമെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ എക്സ്പ്ലനേഷൻ തരാം. 6 തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് വെലോസിറ്റിയാണ്. വെലോസിറ്റി കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ ഡി ആർ ബൈ ഡി ടി. ഇനി വെലോസിറ്റി ഈക്വൽ ടു ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, ആറിന് വരെ ഇത് എഴുതി. ഓക്കെ, ഇനി അടുത്ത് എന്താ ഇത്? ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, ഓരോ ടേമിനെ സെപ്പറേറ്റ് ചെയ്തു. 5ti ക്യാപ് 1.5t സ്ക്വയർ i ക്യാപ്, അടുത്ത ടി സ്ക്വയർ ജെ ക്യാപ്. ഇനി ഡി ബൈ ഡി ടി എല്ലാ ടേമിനും കൊടുത്തു. അടുത്ത ഇതെന്താണ്? കോൺസ്റ്റന്റുകളെയും അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. 5i ക്യാപ്പും പുറത്ത് വെച്ചു, ബാക്കി ഡി ബൈ ഡി ടി ടി. അടുത്ത 1.5i ക്യാപ്പും പുറത്ത് വെച്ചു, ബാക്കി ഡി ബൈ ഡി ടി ടി സ്ക്വയർ. അടുത്ത ഇവിടെ ഡി ടി സ്ക്വയർ ബൈ ഡി ടി ജെ ക്യാപ്പ് അതുപോലെ. ഇനി എന്താ വേണ്ടത്? വെലോസിറ്റിയുടെ ആൻസർ ഇസ് ഈക്വൽ ടു 5i ക്യാപ്പ് അതുപോലെ എഴുതി. അതിന് മുമ്പേ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു 2 എന്നാണ്. അപ്പോൾ എന്ത് വരും? 2t റൈസ് ടു 2 മൈനസ് 1, അതായത് 2t റൈസ് ടു 1, അതായത് 2t. അപ്പോൾ 2t. അപ്പോൾ നിങ്ങൾ നോക്കൂ, അപ്പോൾ ഇത് രണ്ടും പോയി, ബാക്കി 5i, അടുത്ത 1.5i ക്യാപ്, ഇതിൻ്റെ ആൻസർ 2t, അടുത്ത പ്ലസ് ഇതിൻ്റെ ആൻസർ 2t ഇൻറ്റു ജെ ക്യാപ്. ഇനി നമ്മൾ ഇതിൽ ടിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ടിക്ക് പകരം 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടിക്ക് പകരം 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായി. ഇനി ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഇത് മാഗ്നിറ്റ്യൂഡ് ഇവിടെ വേണ്ട, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇല്ല, ഇവിടെയും വേണ്ട. ഓക്കെ, അപ്പം ഇപ്പോൾ ഇവിടെയൊക്കെ വി എന്ന് മതി, വെക്ടർ വി. ഓക്കെ, ഇപ്പോൾ വെക്ടർ വിയുടെ ആൻസർ ഇങ്ങനെ കിട്ടി. ഇതാണ് വെക്ടർ വി. വെക്ടർ വി അറിയാമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വേണം? റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ. നമുക്ക് കിട്ടി ആൻസർ ഇതായിരിക്കുന്നു. പുതിയതുണ്ടോ?
അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ല രീതിയിൽ എഴുതി പഠിച്ച് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. അപ്പോൾ നമ്മൾ തിയറി പാർട്ടിൽ നിന്ന് കുറച്ചും പ്രോബ്ലം സെക്ഷൻ 2 ചെയ്തുവെങ്കിലും അത് ഇത്തിരി കടുത്തു പോയി അല്ലേ. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റാ, ബൈ.